महाराजी हरेष्ण प्रभुजी। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। गुरवे गौरचन्द्राय राधिकायै तदालये कृष्णाय कृष्णभक्ताय तत्भक्ताय नमो नमः। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। आनन्दलीलामय विग्रहाय हेमाभदिव्यश्च विसुन्दराय तस्मै महाप्रेमरसप्रदाय चैतन्यचन्द्राय नमो नमस्ते। चैतन्यचन्द्राय नमो नमस्ते। कृष्णाय वासुदेवाय हरे परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कथञ्चन स्मृते यस्मिन् दुष्करं सुकरं भवेत् विस्मृते विपरीतं स्यात् श्रीचैतन्यं नमामितम्। नमो ओं विष्णुपादाय कृष्णप्रश्नाय भूतले श्रीमते महाविष्णुगोस्वामिन्निधि नाम्ने। नमो ओं विष्णुपादाय कृष्णप्रश्नाय भूतले श्रीमते भक्तिवेदान्तस्वामिन्निधि नाम्ने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशधारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवत्युत्तमश्लोके भक्तिर्भवति नैष्टिकी। यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमदितीर्षदन्तमोन्दं संसारिणं करुणयाकपुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनाम्। ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. നമ്മളിന്ന് ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം 8-ാം അധ്യായം 11-ാമത്തെ ശ്ലോകത്തിലേക്കാണ് കടക്കുന്നത്. ഹരേ കൃഷ്ണ. അപ്പം അതുവരെയും പറഞ്ഞ കാര്യങ്ങള് എന്തൊക്കെയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ ഇത് ശ്ലോകം 11 ആയിട്ടുള്ളൂ. ഒന്നാമത്തെ ശ്ലോകം തൊട്ടൊന്ന് ഓടിച്ചു നോക്കിയാൽ 1 തൊട്ടുള്ള ശ്ലോകത്തിൽ ആദ്യമായി 1-ാമത്തെ ശ്ലോകത്തിൽ പാണ്ഡവരെ ആശ്വസിപ്പിക്കുന്ന കൃഷ്ണനെയാണ് നമ്മൾ കാണുന്നത്. ഭഗവാനെ ഭാഗവതം കേൾക്കുമ്പോൾ നമുക്ക് ഭഗവാനെ കുറിച്ച് ഓർക്കുന്നതിനാണല്ലോ ഏറ്റവും താല്പര്യം. അവിടെ ദുഃഖിതരായ ആൾക്കാരെ ആർത്തരെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഭഗവാനെ നമ്മൾ കാണുന്നു. അതുപോലെ അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കുമ്പോ എന്താണ്? ദുഃഖം വന്നു ഭവിച്ചു. ആ ദുഃഖത്തിൽ പെട്ടുപോയവർക്ക് എന്തെങ്കിലും പരഗതി കൊടുക്കുന്നതിന് കഴിയുമോ? അതിനുള്ള മാർഗം എന്താണ്? അപ്പൊ അതിനു വേണ്ടി ശ്രമിക്കുന്നു. എന്താണ് അവിടെ ചെയ്തത്? ബന്ധുക്കൾക്ക് ജലതർപ്പണം നടത്തുന്നതിന് വേണ്ടി ഗംഗയിലേക്ക് പോകുന്നു. അപ്പം ആ പാണ്ഡവര് ഗംഗാനദിയിലേക്ക് പോകുന്നു. പാപികളുടെയും പാപത്തെ ഇല്ലാതാക്കുന്ന ഗംഗാനദിയെ ചെന്നിട്ട് അവർക്ക് ജലതർപ്പണം നടക്കുക. നമുക്കറിയാം ഗംഗാനദിയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഭാരതഭൂമിയിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. സ്വർഗത്തിൽ അളകനന്ദയായിട്ടും ഭൂമിയിൽ വരുമ്പം ഗംഗാദേവിയായിട്ടും അതുപോലെ പാതാളത്തിൽ ഭോഗവതിയായിട്ടും എല്ലാവരെയും, അസുരന്മാരെയും ദേവന്മാരെയും സർവ്വവിധ ജീവജാലങ്ങളെയും ജന്തുക്കളെ എല്ലാവരെയും ഒരുപോലെ ശുദ്ധീകരിക്കുക, പവിത്രമാക്കി തീർക്കുന്ന ആ ഗംഗാമാതാവിന്റെ മടിത്തട്ടിലേക്കാണ് ഭഗവാൻ ഇവരുമായിട്ട് പോകുന്നതെന്ന് നമ്മൾ കണ്ടു.
അപ്പൊ അവിടെ ഗംഗയുടെ പവിത്രതയെ കുറിച്ചൊന്ന് പറഞ്ഞു. അതിനുശേഷം എന്താണ്, ആരൊക്കെയാ പോയത്? പാണ്ഡവര്. അതുപോലെ നമുക്കറിയാം, ഒരേ വീട്ടിൽപ്പെട്ടവര് തമ്മിൽ അടിയിട്ടാൽ അതിന്റെ അനന്തര ഫലം അനുഭവിക്കുന്നത് എല്ലാവരും കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് രണ്ടു കൂട്ടരിൽപ്പെട്ട രണ്ട് വിധത്തിലുള്ള ആൾക്കാരും ഇപ്പൊ പാണ്ഡവരുണ്ട്, ധൃതരാഷ്ട്രമുണ്ട്, അതുപോലെ ഗാന്ധാരിയുണ്ട്, കുന്തിയുണ്ട്, ദ്രൗപദിയുണ്ട്, അതുപോലെ ഭഗവാനും കൂടെ തന്നെ ഉണ്ട്. അപ്പൊ ഈ ഭഗവാന് ഏത് രീതിയിലായാലും ഇവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്ങനെയൊക്കെ നമുക്കറിയാം, സുഭദ്രയുടെ സഹോദരനാണ്. അതുകൂടാതെ കുന്തി ദേവിയുമായിട്ടുള്ള ബന്ധം അറിയാം, അല്ലെ? വസുദേവ സഹോദരിയാണ് എന്നുള്ളതും അറിയാം. അപ്പൊ അങ്ങനെ ഏതൊരു രീതിയിലായാലും അവരുമായിട്ട്, പാണ്ഡവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുവഴി കൗരവരുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് അറിയാം. പിന്നെ 4-ാമത്തെ ശ്ലോകം എത്തുമ്പോഴേക്കും അവരെ പിതൃതർപ്പണം നടത്തിയിട്ട് അവരെ ദുഃഖം കൊണ്ട് അവശരായി ഗംഗാ മാതാവിന്റെ മടിത്തട്ടിൽ അങ്ങ് ഇരുന്നു. ഇരുന്ന് അവരെ എന്ത് ചെയ്യുന്നു? ദുഃഖം കണ്ടിട്ട് ആശ്വസിപ്പിക്കുന്നു. ആരാണ്? ഭഗവാൻ മുൻപന്തിയിൽ ആശ്വാസം നൽകുന്നതിനായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഋഷിമാരും അവിടെ എത്തിയിരുന്നു. അവരൊക്കെയും ഈ ദുഃഖിതരായ ആർത്തരായ ആൾക്കാരെ ആശ്വസിപ്പിക്കുന്നതായിട്ട് നമ്മള് കാണുന്നുണ്ട്. പിന്നെ നമുക്കറിയാം, അവിടെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും പറഞ്ഞു കൊടുക്കുകയാണേ. പ്രകൃതി, ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചാണ് പ്രകൃതി പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം ഇവർക്കെല്ലാം അറിയാവുന്നവരുമാണ്. എന്നാലും ഒന്നുകൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ അതൊന്നുകൂടി അവർക്ക് ആശ്വാസം നൽകുമല്ലോ എന്ന് കരുതിയിട്ട് അവരെന്ത് ചെയ്യുന്നു? അത് പറഞ്ഞു കൊടുക്കുന്നു. എങ്ങനെയാണ്? പ്രകൃതിയുടെ ഓരോ പ്രവർത്തനം ഭഗവാന്റെ ആജ്ഞയ്ക്ക് അനുസരിച്ചാണോ? അപ്പം അവിടെ അതിനെ മറികടക്കാൻ നമുക്ക് കഴിയുകയേ ഇല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. പിന്നീട് ഓരോ ജീവസത്തേക്കും അത് മാറ്റാനാകുകയേ ഇല്ല. ഭഗവാന്റെ നിയമത്തെ മറികടക്കാൻ ഒരു ജീവസത്തയ്ക്കും കഴിയുകയില്ല എന്നുള്ളത് പറഞ്ഞ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അവർ. കാരണം അവർക്കറിയാൻ വയ്യാത്ത കാര്യമല്ല, പക്ഷേ അവരെ അതൊന്നുകൂടി ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യനായിട്ട് വന്ന് ജനിക്കുമ്പോൾ മറവി, അത് നമുക്ക് 15:15 ഭഗവത്ഗീത 15:15 പറയുന്നുണ്ടല്ലോ. സ്മരണയാണെങ്കിലും ശരി, മറവി, അതുപോലെ ഓർമ്മയാണെങ്കിലും ശരി, ഇതെല്ലാം എന്നിൽ നിന്ന് തന്നെയാണ് വരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊന്നുകൂടി ഭഗവാൻ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നു. അപ്പം ഒരു ജീവസത്തയ്ക്ക് പോലും ഭഗവാന്റെ നിയമത്തെ മറികടക്കാൻ കഴിയയില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പം ഭഗവത്ഗീതയിൽ പറയുന്നത് എല്ലാം ഭഗവത് അനുശാസനം അനുസരിച്ച് മാത്രമേ നടക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് നമുക്ക് ഭഗവത്ഗീത പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഭഗവത്ഗീത പഠിക്കുന്നവർക്ക് നമ്മുടെ ധർമ്മം എന്താണ് എന്നറിയാൻ യാതൊരു പ്രയാസവും ഇല്ല. അപ്പം അങ്ങനെ ഭഗവത് ഇച്ഛയ്ക്കനുസരിച്ച്, ഭഗവത് അനുശാസനങ്ങൾക്കനുസരിച്ച്, നമുക്ക് തന്നിട്ടുള്ള ധർമ്മശാസനങ്ങൾക്കനുസരിച്ച്, നമ്മുടെ വേദങ്ങളാണെങ്കിലും പുരാണങ്ങളാണെങ്കിലും ഉപനിഷത്തുകളാണെങ്കിലും വേണ്ടിയില്ല, എല്ലാം തന്നെ വന്നിരിക്കുന്നത് ഭഗവാന്റെ മുഖത്ത് നിന്ന് വന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളും ഓരോ സെന്റൻസസും എല്ലാം തന്നെ ധർമ്മമാണ്, ധർമ്മത്തിനനുസരിച്ചുള്ളതാണ്. അതുകൊണ്ട് ധർമ്മത്തിനനുസരിച്ചേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. നിങ്ങള് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഭഗവാൻ നമ്മളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ഭഗവാൻ അതിന്റെ ഒരു റിയാക്ഷൻസ് നമുക്ക് തരുന്നു. അതിനനുസരിച്ച് പ്രവർത്തിച്ചേ നമുക്ക് പറ്റുകയുള്ളൂ, സഹിക്കേണ്ടത് സഹിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കാണുന്നു. ഇനിയും അടുത്തതില് കൃഷ്ണൻ എന്ത് ചെയ്യാണ്? യുധിഷ്ഠിരന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാം. അപ്പം അദ്ദേഹം 3 യാഗം നടത്തിയിട്ടുള്ളൂ എങ്കിൽ പോലും 100 അശ്വമേധ യാഗം നടത്തി ഇന്ദ്രന് സമൻ എന്ന പോലെ വിളങ്ങുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ യശസ് സർവ്വദിക്കിലും വ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞ് അതുകൊണ്ടാണ് യുധിഷ്ഠിരന്റെ രാജ്യം വരാൻ ഞാൻ ഇച്ഛിച്ചത്. അപ്പം യുധിഷ്ഠിരന്റെ രാജ്യമാണ് ധർമ്മത്തിനനുസരിച്ചുള്ള രാജ്യം. അതുകൊണ്ട് ആ ധർമ്മത്തെ കൊണ്ടുവരാൻ വേണ്ടിയുള്ളതായിരുന്നു ആ യുദ്ധം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു. യുധിഷ്ഠിരനെ കുറിച്ച് പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർ തിരിച്ചു പോകാൻ ആരംഭിക്കുന്നു. അപ്പം ആ സമയത്തെ ആചാര്യ മര്യാദകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്.
വർണ്ണാശ്രമ ധർമ്മത്തിന്റെ പ്രാധാന്യം അതൊക്കെ എടുത്തു കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. വർണ്ണാശ്രമ ധർമ്മത്തെ കുറിച്ച് പറയുന്നു, ആചാരമര്യാദകളെ കുറിച്ചൊക്കെ പറയുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് അവര് തിരിച്ചു വരുന്ന അവസരത്തില് എന്താണ് ഭഗവാൻ, നമ്മളെ 8ാമത്തെ ശ്ലോകമാകുമ്പോൾ നമ്മൾ കാണുന്നു ഭഗവാൻ തിരിച്ചു പോകാനായിട്ട്. ഭഗവാൻ അവിടെ നിന്ന് വന്നിട്ട് കുറെ നാളായി. അവിടെ എത്രയോ പേര് ഭഗവാനെ കാത്തിരിക്കുകയാണ്. ഭഗവാന്റെ ഒരു ദർശനത്തിനായി കാത്തുകൊണ്ട് ദ്വാരക മുഴുവൻ നിൽക്കുന്നു. അപ്പം തിരിച്ചു പോകാനായിട്ട് അദ്ദേഹം രഥത്തിൽ കയറി. അപ്പോഴാണ് ആര് വരുന്നത്? ഉത്തര വരുന്നതായിട്ട് കാണുന്നു. അപ്പം ഉത്തര ആരാണെന്ന് നമുക്കെല്ലാം അറിയാം. റിലേറ്റീവ്സ് എല്ലാം അവർക്കുണ്ട്. കാരണം പാണ്ഡവർ അവരുടെ സ്വന്തമാണ്. അതുപോലെ ഗാന്ധീവധാരിയായ അർജുനൻ കൂടെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഉത്തര എന്താണ് ചെയ്തത്? ഓടി ഭഗവാന്റെ അടുത്തേക്കാണ് വരുന്നത്. അപ്പം അവിടെ ഉണ്ടായിട്ടും അർജുനൻ അവിടെ ഉണ്ട്, അതുപോലെ പാണ്ഡവര് സർവശക്തിമാരായ ആൾക്കാർ അവിടെ ഉണ്ട് എന്നിരുന്നു പോലും ഏറ്റവും സർവശക്തനായ ഭഗവാനെ തിരക്കി അവൾ ഓടി വന്നിട്ട് കൃഷ്ണനെ അഭയം പ്രാപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ആ ശ്ലോകവും പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മള് 10ാമത്തെ ശ്ലോകം ഉത്തരോവാച വാഹിമാഹി മഹായോഗൻ, അതെല്ലാം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടു അല്ലെ. അപ്പം ഉത്തര എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? എന്നെ രക്ഷിച്ചാലും, പരമോന്നത യോഗിയായ അങ്ങ് ദയവായിട്ട് എന്നെ രക്ഷിച്ചാലും എന്നാണ് പറയുന്നത് അല്ലെ. ഈ ലോകത്തിലെ മൃത്യുവിന്റെ കരാളഹസ്തത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ കെൽപ്പുള്ളവരായി അങ്ങല്ലാതെ മറ്റാരുമില്ല എന്ന് പറയുന്നു. അപ്പോഴെന്താണ് ഉത്തര മനസ്സിലാക്കിയിട്ടിരിക്കുന്നത്? എത്രമാത്രം ഉന്നതമായ കാര്യങ്ങളാണ്, എത്രമാത്രം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ഒരാളായിരുന്നു ഉത്തരയെന്ന് നമ്മളെ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം സമർപ്പണം ചെയ്തു കഴിഞ്ഞു. കാരണം എന്നെ അങ്ങക്കല്ലാതെ വേറെ ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള പറഞ്ഞുകൊണ്ടാണ് ഓടി വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഉത്തരയുടെ ആ ഒരു ആവശ്യം, ഭഗവാന്റെ പാദത്തിലേക്ക് കൊടുത്ത ആ ആവശ്യത്തിനനുസരിച്ച് ഭഗവാൻ പ്രതികരിക്കും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പം അങ്ങ് സർവശക്തനാണ്, അഥവാ ഒരു ദിവ്യാസ്ത്രം എന്നെ സമീപിച്ചു കൊണ്ടിരിക്കുന്നു, അങ്ങയുടെ ഇച്ഛ അതാണെന്നുണ്ടെങ്കിൽ അതെന്നെ മാത്രം ദഹിപ്പിച്ചു കൊള്ളട്ടെ. പക്ഷേ എനിക്കൊരു കർത്തവ്യമുണ്ട്. പാണ്ഡവർക്ക് ഇനിയും പാണ്ഡവർക്ക് മാത്രമല്ല കുരുകുലത്തിന് ഇനിയും ഒരു അവകാശിയില്ല. അപ്പൊ ആ ഒരു അവകാശിയെ സംരക്ഷിക്കേണ്ട ചുമതല എന്നിലാണ്. ആ ചുമതലയ്ക്ക് വേണ്ടി അത് ഞാൻ എങ്ങനെയെങ്കിലും നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ പാദങ്ങളെ സമർപ്പിച്ചത്. അതുകൊണ്ട് എന്നെ രക്ഷിച്ചില്ലെങ്കിലും വേണ്ടില്ല, ആ ഭ്രൂണത്തെ രക്ഷിച്ചു കൊടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഭ്രൂണത്തെ ദഹിപ്പിച്ച് ഗർഭഛിദ്രം ഉണ്ടാക്കരുതേ ഭഗവാനെ, എന്നോട് കാരുണ്യം കാട്ടണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉത്തര അവിടേക്ക് വന്നത്. അപ്പൊ നമുക്കെല്ലാം ആ കഥ അറിയാവുന്നതാണ്. അപ്പം ശിശുവിന്റെ പൂർണ്ണ സംരക്ഷണത്തിന് വേണ്ടി ഉത്തര ഭഗവാനെ വിളിച്ചുകൊണ്ട് അവിടേക്ക് എത്തുന്നത് നമ്മൾ കണ്ടു. അങ്ങനെയാണ് ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പം ഉത്തരയുടെ കാര്യമാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഉത്തര ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീയാണെന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ട്? ഒരേ സമയം തന്നെ ഭഗവത് ഭക്തനെയും അതുപോലെ ഭഗവാനെയും തന്റെ ഗർഭത്തിൽ വഹിക്കാൻ കഴിഞ്ഞ ആളാണ് ഉത്തര. എങ്ങനെ? കാരണം ഈ പ്രാർത്ഥനയെല്ലാം കേട്ടുകൊണ്ട് അപ്പൊ തന്റെ ആ ഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന കുഞ്ഞിനെ സംരക്ഷിച്ചു കൊടുക്കണമെന്നുള്ള പ്രാർത്ഥന കേട്ടുകൊണ്ട് ഉത്തരയുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ഭഗവാൻ പിന്നെ അവിടെ നിന്നില്ല. ഭഗവാൻ അതാണ് എത്ര ഒരു അതിശയകരമായിട്ട് കുന്തിദേവിക്ക് തോന്നി. കുന്തിദേവിയോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഭഗവാനോട് ഉത്തര കരഞ്ഞുകൊണ്ട് ഓടി വന്ന് പറയുന്നു. പിന്നെ ഒരു നിമിഷം പോലും അമാന്തിച്ചില്ല. ഭഗവാൻ ഉത്തരയുടെ ഗർഭത്തെ സംരക്ഷിക്കാനായിട്ട് ഭഗവാൻ പോകുന്നു. ഭഗവാൻ അങ്ങ് അപ്പം അവിടെയും നിൽക്കുന്നു കണ്ടു, ഇവിടെയും നിൽക്കുന്നു കണ്ടു. എന്തൊരു അതിശയം! ഭഗവാൻ ആരാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് എന്ന് കുന്തിദേവി അതിശയിച്ചു പോകുന്നതാണ് നമ്മളിവിടെ കാണാൻ കഴിയും. അപ്പൊ അങ്ങനെ അടുത്ത ശ്ലോകത്തിലേക്കാണ് നമ്മളിപ്പം കടക്കുന്നത്. അപ്പം ഉത്തരയുടെ പ്രാർത്ഥന കഴിഞ്ഞു. ഉത്തരയുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു സൂതൻ പറയുന്നതാണ് നമ്മൾ കാണുന്നത്. സൂത ഗോസ്വാമി
നൈമിശാരണ്യത്തിൽ സൂതഗോസ്വാമി കഥകൾ പറഞ്ഞു കൊടുക്കുന്നുവെന്ന് നമുക്കറിയാം. ഹരേ കൃഷ്ണ. ഭാഗവതം ഏതെല്ലാം രീതിയിലാണ് ഭാഗവതം നമ്മളിലേക്ക് വന്നിരിക്കുന്നത്, എങ്ങനെയാണ് ഭാഗവതം വെളിപ്പെട്ടത് ഒന്ന് പറയൂ ആരെങ്കിലും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മൈത്രേയ മഹർഷിക്ക് സൂതഗോസ്വാമി പറഞ്ഞു കൊടുക്കുന്നതല്ലേ മാതാജി? ഭാഗവതം നമ്മൾ 2 തട്ടത്തിലെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ മാതാജി? അപ്പൊ അവിടെ ഒന്നാമത് പരീക്ഷിത് മഹാരാജാവിന് ഗംഗാ തീരത്ത് വെച്ച് ആര് പറഞ്ഞു കൊടുക്കുന്നു? സൂതഗോസ്വാമി. ഗോസ്വാമി. ആ ശുകദേവ ഗോസ്വാമി പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സൂതഗോസ്വാമി ഇതെല്ലാം അതുപോലെ കേട്ടിട്ട് അത് വന്നിട്ട് പിന്നെ എവിടെയാണ്? നൈമിശാരണ്യത്തിൽ വെച്ച് അവിടെ എന്താണ് 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞം നടത്തുകയാണ്. കലികാലത്തിലെ ജനങ്ങളെ ഈ അവരുടെ വരാൻ പോകുന്ന എല്ലാ ആപത്തുകളിൽ നിന്നും അവരുടെ മാനസികമായ സംഘർഷത്തെ കുറയ്ക്കുന്നതിന് വേണ്ടി, ആപത്ത് എന്തായാലും നമുക്കുണ്ടാവും അല്ലേ? അപ്പൊ അതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം. ആപത്ത് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ്. ആ കർമ്മത്തിന്റെ ഫലമേത്തെ അല്പമെങ്കിലും റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ആര് വേണം? ഭഗവാൻ തന്നെ വിചാരിക്കണം. എങ്ങനെ? കുന്തിദേവി പറയുന്നുണ്ട്, എന്താണ്? ശൃണ്വന്തി ഗായന്തി ഗൃണന്ത്യഭീഷ്ണശ സ്മരന്തി നന്ദന്തി തവേഹിതം ജനാഹ തയേവ പശ്യന്തി അജിരേണ താപകം ഭവപ്രവാഹോ പരമം പദാംബുജം. അല്ലെ? എപ്പോഴും അങ്ങയുടെ ചരിത്രം കേൾക്കുകയും കീർത്തിക്കുകയും പറയുകയും ഓർക്കുകയും അതെല്ലാം സന്തോഷിക്കുകയും ചെയ്യുന്ന ജനങ്ങളാണ് അങ്ങയുടെ സംസാര പ്രവാഹത്തിനെ അറുതി വരുത്തുന്ന അങ്ങയുടെ പാദങ്ങളെ വേഗത്തിൽ പ്രാപിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം അത്രയും ചെയ്യുന്നവർക്ക് അതിന് ആ ഒരു സഹിക്കുന്നതിനുള്ള മാനസികമായ ഒരു ഇതും അവർക്ക് കിട്ടും. അങ്ങനെ ഭഗവാന്റെ ആ പാദങ്ങളെ ആശ്രയിക്കുക മാത്രമേ നമുക്ക് കരണീയമായിട്ട് ഉള്ളൂ എന്നുള്ളത്. പക്ഷെ നമുക്ക് വരാൻ വരുന്നത് എങ്ങനെയായാലും നമ്മൾ പറയുന്നത് കണ്ണിക്കൊള്ളേണ്ടത് പുരിയത്ത് കൊണ്ടുപോയി എന്നൊക്കെ പറയും അല്ലെ? അപ്പൊ ഭക്തന്മാരെ അങ്ങനെ കരുതും. അപ്പൊ ആ ഒരിത് ഇവിടെ എന്താണ്? ആ ഭാഗവതം അതുപോലെ കേട്ടിട്ട് ഇവിടെ 1000 വർഷമായിട്ട് ഇതെല്ലാം പുരാണങ്ങളും ഇതിഹാസങ്ങളും എന്ന് വേണ്ട എല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഭഗവാന്റെ ലീലകൾ മുഴുവനും പറയുകയാണ്. അപ്പൊ അവിടെ ആ ഭഗവത് ഭക്തരോട് സദാ പ്രീതിയുള്ള കൃഷ്ണന്റെ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ സൂതഗോസ്വാമി ഇത് ആർക്കാണ്? അവിടെ കൂടിയിരുന്ന മഹർഷിമാരോട് പറയുന്നു എന്ന് വെച്ചാൽ അവിടെയുള്ള എല്ലാവർക്കും അത് പ്രകടമാക്കി കൊടുക്കുന്നു എന്ന് നമുക്ക് അറിയാം. ഇതെല്ലാം നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ്. അപ്പൊ സൂതഗോസ്വാമി പറഞ്ഞു അരുളി ചെയ്തു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ശ്ലോകം ഒന്ന് വായിക്കാം. വായിച്ചതിന് ശേഷം നമുക്ക് എടുക്കാം. സൂത ഉവാച ഉപധാര്യവചസ്തസ്യ ഭഗവാൻ ഭക്തവത്സലഃ അപാണ്ഡവമിദം കർത്തും ദ്രൗണേരസ്ത്രമബുദ്ധ്യത. ഉപധാര്യവചസ്തസ്യ ഭഗവാൻ ഭക്തവത്സലഃ അപാണ്ഡവമിദം കർത്തും ദ്രൗണേരസ്ത്രമബുദ്ധ്യത. ഉപധാര്യവചസ്തസ്യ ഭഗവാൻ ഭക്തവത്സലഃ അപാണ്ഡവമിദം കർത്തും ദ്രൗണേരസ്ത്രമബുദ്ധ്യത. അപ്പൊ നമുക്കതിലെ എത്ര വാക്കുകളാണ്? വളരെ കുറച്ച് വാക്കുകളേ ഉള്ളൂ. ഉപധാര്യ എന്ന് പറഞ്ഞാൽ അവർ കേട്ടത്, അവർ ക്ഷമയോടുകൂടി കേട്ടിരുന്നത് അത് അവരെല്ലാം പറഞ്ഞതിന് ശേഷം ക്ഷമയോടെ അവർ പണ്ട് ഗതിച്ചത് ശ്രവിച്ച ശേഷം എന്ന് വെച്ചാൽ അവിടെ നിന്ന് കേട്ടത് എല്ലാ കാര്യങ്ങളും. വചഹ വചനങ്ങൾ. തസ്യ അവൾ. ഇവിടെ എന്താണ്? തസ്യ എന്ന് പറയുന്ന അവൾ ആരാണ്? തസ്യ ഉത്തര അല്ലെ? തസ്യ അവൾ ഭഗവാൻ പരമദിവ്യോത്തമ കൃഷ്ണനായ ഭഗവാൻ ഭക്തവത്സലഃ. ഭഗവാന്റെ പ്രത്യേകതയാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവത് ഭക്തരോട് അതിരേകമായി പ്രീതിയുള്ള ഭഗവാൻ അപാണ്ഡവം പാണ്ഡവരുടെ അന്തരഗാമികളായി അസ്തിത്വമില്ലായകയാൽ അപാണ്ഡവം. അപ്പൊ അങ്ങനെ ആ അപാണ്ഡവം എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം. ഇതം പ്രകാരം കർത്തും ഇത് പ്രവർത്തിക്കാനായി ദ്രോണാചാര്യരുടെ പുത്രൻ അസ്ത്രം തന്നെ അബുദ്ധ്യത ഗ്രഹിച്ചു. വളരെ കുറച്ച് വാക്കുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം അവിടെ ഉപധാര്യവചസ്തസ്യ ഭഗവാൻ ഭക്തവത്സലഃ അപാണ്ഡവം ഇതം കർത്തും ദ്രൗണേരസ്ത്രം അബുദ്ധ്യത. ഇവിടെ
അതിന്റെ വിവർത്തനം നമുക്ക് നോക്കാം. സൂതഗോസ്വാമി അരുളി ചെയ്തു, ഭഗവത് ഭക്തരോട് സദാ പ്രീതിയുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ അവളുടെ വചനങ്ങൾ ക്ഷമാപൂർവം ശ്രവിച്ചു. ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് പാണ്ഡവവംശത്തിലെ അവസാന ജീവനെ നശിപ്പിക്കാൻ അയച്ച ബ്രഹ്മാസ്ത്രമാണതെന്ന് തക്ഷണം ഭഗവാൻ ഗ്രഹിച്ചു. ഭാവാർത്ഥം. ട്രാൻസ്ലേഷൻ ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കി ജയ്, ഗുരുദേവ് കി ജയ്, പ്രഭുപാദി കി. ഭഗവാൻ എല്ലാവിധത്തിലും പക്ഷപാതം ഇല്ലാത്തവനാണെങ്കിലും ഭക്തരോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക ചായ്വുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഏവരുടെയും നന്മയ്ക്ക് ഇത് അത്യന്തം അനുപേക്ഷണീയമാണ്. പാണ്ഡവവംശം ഭക്തരുടെ കുലമായിരുന്നു. ആകയാൽ പ്രപഞ്ചത്തെ ഭരിക്കുന്നത് അവരാകണമെന്ന് ഭഗവാൻ കാംക്ഷിച്ചു. ദുര്യോധന പക്ഷത്തിന്റെ ഭരണം ഇല്ലാതാക്കുകയും മഹാരാജാവ് യുധിഷ്ഠിരന്റെ ഭരണം സുസ്ഥാപിച്ചതിനുമുള്ള കാരണം ഇതാണ്. ആകയാൽ ഗർഭത്തിലുള്ള മഹാരാജാവ് പരീക്ഷത്തിനെ രക്ഷിക്കണമെന്ന് ഭഗവാൻ ഇച്ഛിച്ചു. ഉത്തമ ഭക്തരായ പാണ്ഡവർ ഇല്ലാത്ത ലോകം എന്ന ആശയം ഭഗവാൻ ആഗ്രഹിച്ചില്ല. അപ്പം പാണ്ഡവരില്ലാത്ത ഒരു ലോകത്തെ കുറിച്ച് ഭഗവാൻ അത് ആഗ്രഹിച്ചില്ല എന്നാണ് ഇവിടെ പറഞ്ഞു നടത്തിയത്. അപ്പം നമുക്ക് നോക്കാം. സൂതഗോസ്വാമി പറയുന്നു, സൂതഗോസ്വാമി അവിടെ കേട്ട കാര്യങ്ങളെല്ലാം ആ ഒരു ഇതോടുകൂടി പറഞ്ഞിങ്ങനെ പോവുകയാണ് കാര്യങ്ങളെല്ലാം. അപ്പം ഭഗവാനെ കുറിച്ച് അവിടെ വിശദീകരിച്ച് പറയുന്നു, ഭഗവത് ഭക്തരോട് സദാ പ്രീതിയുള്ള ഭഗവാൻ അവളുടെ വചനങ്ങളെ ക്ഷമാപൂർവം കേട്ടു. അതിനുശേഷം എന്ത് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് മനസ്സിലാക്കി എന്ന് മാത്രമാണ് നമുക്ക് ഈ ശ്ലോകത്തിലുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പൊ നമ്മള് ആദ്യമായിട്ട് നമുക്കിവിടെ നോക്കേണ്ടത് ആരാണ് ഈ ഉത്തര എന്നുള്ളത്. നമ്മൾ ഇത് ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു കാണും. എന്താണ്? വിരാട രാജാവിന്റെയും സുദേഷ്ണ രാജ്ഞിയുടെയും പുത്രിയാണ് ഉത്തര എന്ന് പറയുന്നത്. മത്സ്യരാജകുമാരി എന്ന രീതിയിൽ പ്രസിദ്ധയുമായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് നമ്മള് ശ്ലോകത്തിൽ നിങ്ങളെ കേട്ടിട്ടുള്ളത് എന്താണ്? അജ്ഞാതവാസത്തിനായിട്ട് പാണ്ഡവർ പോകുന്ന അവസരത്തിൽ ഈ വിരാടന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേരുന്നു. വിരാട രാജാവിന്റെ കൊട്ടാരത്തിൽ താമസിക്കുന്ന അവസരത്തിൽ അവരൊക്കെ ഓരോ ജോലികളിൽ ഏർപ്പെടുന്നു. കാരണം അവർ പാണ്ഡവരാണെന്ന് അജ്ഞാതവാസത്തിലാണ്, അറിയാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ ബൃഹന്നള എന്ന പേരിൽ അർജുനൻ അവളെ നൃത്തം പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അതിന് കാരണവും നിങ്ങൾക്കറിയാം. എന്താണ്? അർജുനൻ നേരത്തെ പണ്ട് സ്വർഗലോകത്ത് പോയ അവസരത്തില് ഉർവശിയുടെ അർജുനനിൽ അട്രാക്റ്റഡ് ആകുന്നു. ആ സമയത്ത് അവിടെ വെച്ച് അമ്മേ എന്ന് വിളിച്ചുകൊണ്ട്, ഞങ്ങളുടെ കുലത്തിന്റെ മാതാവേ എന്നാണ് വിളിക്കുന്നത്, അങ്ങനെ വിളിച്ചുകൊണ്ട് അവളെ അമ്മയായി സ്വീകരിച്ച സമയത്ത് അവൾക്ക് ദേഷ്യം വന്നു. അവളപ്പം ശപിക്കുന്നുണ്ട്. ആ ശാപം ഇവിടെ ഉപകാരപ്രദമാകുന്നുണ്ട്. ആ ശാപിക്കുന്നുണ്ട്, എന്താണ്? ആണും പെണ്ണും കെട്ടവനായി മാറട്ടെ എന്നുള്ളത്. അങ്ങനെ ആ ശാപത്തോടു കൂടിയാണ് ഇവിടെ ഈ കൊട്ടാരത്തിൽ വന്നിട്ട് അദ്ദേഹത്തിന് ഇവിടെ താമസിക്കാനും ഈ ഉത്തരയെ നൃത്തം പഠിപ്പിക്കാനും സാധിച്ചത്. അപ്പൊ അവിടെ വെച്ച് വിരാട രാജാവ് അർജുനന്റെ ആ മഹാത്മ്യവും അർജുനന്റെ കഴിവും ഒക്കെ കണ്ടതിന് ശേഷം, അർജുനന് പ്രായമുണ്ട്, നല്ല പ്രായമുണ്ട്. എന്താണ്? അഭിമന്യു പ്രായമായിരിക്കുന്നു വിവാഹം കഴിക്കാൻ. എന്നിട്ടും ആ വിരാട രാജാവിന് ആഗ്രഹം മകളെ അർജുനന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമെന്നായിരുന്നു. പക്ഷേ അദ്ദേഹം അത് നിരസിക്കുകയല്ല, എനിക്ക് എന്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാം എന്ന് അദ്ദേഹം പറയുകയും അങ്ങനെ ആ വിവാഹം കഴിപ്പിക്കുകയും ചെയ്യുന്ന കഥയും നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണല്ലോ. അപ്പൊ അതറിയാം. പിന്നെ വിരാട രാജകുമാരിയെ കുറിച്ച് പറയുമ്പോഴേ നമുക്ക് പറയാനുള്ളത്, ഈ വിരാട രാജകുമാരി ഒരുപാട് കാലം ജീവിച്ചിരുന്നു. ഉത്തര അവസാന ഒക്കെയും കൃഷ്ണനൊക്കെ പോയി കഴിഞ്ഞ് വളരെ കാലം അവരുടെ സേവനം കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം, വൃന്ദാവനത്തിലെ ക്ഷേത്രങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടു. അവര് വന്നിട്ട് മുകളരും അതുപോലെ മുസ്ലിംസും വന്ന് എല്ലാം നഷ്ടപ്പെട്ടു. വൃന്ദാവനത്തിൽ 200 ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ കൊച്ചുമകന്റെ മകനായ വജ്രനാഭന് വീണ്ടും കൃഷ്ണക്ഷേത്രങ്ങൾ അവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹം വന്ന അവസരത്തില് വജ്രനാഭൻ എന്ത് ചെയ്തു? ഭഗവാനെ കണ്ടിട്ടില്ലല്ലോ അദ്ദേഹം. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഐഡൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുക എന്ന് കരുതിയിട്ട് അദ്ദേഹം കുറച്ച് വിഗ്രഹങ്ങൾ ഉണ്ടാക്കിച്ചിട്ട് ഈ ഉത്തര രാജകുമാരി, ഉത്തര എന്നുണ്ട് വയസ്സി എന്നിട്ട് ഉത്തരയെ കൊണ്ടുവന്നിട്ട് ആ കൃഷ്ണന്റെ പ്രത്യേകതകളൊക്കെ പറയുന്നു. അവര് പറഞ്ഞു കൊടുക്കുന്നു. ഈ പല വിഗ്രഹങ്ങൾ ഉണ്ടാക്കി. ഒരു വിഗ്രഹം അദ്ദേഹത്തിന്റെ പാദം പോലെയും, ഒരു വിഗ്രഹം അദ്ദേഹത്തിന്റെ മധ്യഭാഗം പോലെയും, ഒരു വിഗ്രഹം അദ്ദേഹത്തിന്റെ മുഖഭാഗം പോലെയുമാണെന്ന് പറഞ്ഞു.
അങ്ങനെ രാധാഗോവിന്ദൻ അല്ലെ. അപ്പൊ ആ ഒരു രാധാഗോപിനാഥ് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കഥകളാണ്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ആ രീതിയിൽ അന്നും അവര് സേവനം അർപ്പിച്ചിട്ടുണ്ട്. അപ്പം വിഗ്രഹങ്ങൾ വരുന്നതിനുള്ള കണ്ടുപിടിക്കുന്നതിനുള്ള ഐഡന്റിഫൈ ചെയ്യുന്നതിന് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിരാട രാജകുമാരിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അപ്പം അത്രയും നമുക്കിവിടെ പറഞ്ഞു നിർത്താം. പൂർണ്ണ ഭക്തയായിരുന്നു, ഭഗവാനെ കുറിച്ച് അറിവുള്ളവളായിരുന്നു. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ തന്നെ സമീപിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയും. പിന്നീട് ഇവിടെ ഇപ്പം നമുക്ക് പഠിക്കാനുള്ള ആ വിവർത്തനത്തിലേക്ക് പോകാൻ നമുക്ക് അവിടെ സൂത ഗോസ്വാമി അരുളി ചെയ്തു, ഭഗവത് ഭക്തരോട് സദാ പ്രീതിയുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ അവളുടെ വചനങ്ങൾ ക്ഷമാപൂർവം ശ്രവിച്ചു എന്ന് പറഞ്ഞു. അവള് പറഞ്ഞതൊക്കെ ക്ഷമയോടുകൂടി. എങ്ങനെയുള്ള ആളാണ്? ഭഗവത് ഭക്തരോടെ സദാ പ്രീതിയുള്ള ഭഗവാനാണ് അത് കേട്ടത് എന്നിവിടെ പറയുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ട് ഭഗവാൻ എങ്ങനെയാണ്, എത്രമാത്രം ഏതെല്ലാം രീതിയിൽ ഭഗവാൻ പ്രവർത്തിക്കുമ്പോഴും ഭക്തരോട് ഒരു പ്രത്യേക കരുണ ഭഗവാന് കാണിക്കുന്നുണ്ട് അല്ലെ. നമ്മളെ കേട്ടിട്ടുണ്ട്, നാഹം വസാമി വൈകുണ്ഠേ ഞാൻ യോഗി ഹൃദയേ രവൗ മത്ഭക്തായ എത്ര ഗായന്തി തത്ര ദൃഷ്ടാമി നാരദ എന്ന് പറയുന്നുണ്ട്. അപ്പം അത് ഞാൻ വൈകുണ്ഠത്തിൽ വന്നാൽ എന്നെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കണ്ടിട്ടെന്ന് വരും. അത് എനിക്ക് പ്രാധാന്യമില്ല. നാഹം വസാമി വൈകും ഞാൻ യോഗി ഹൃദയവ. യോഗികൾ എന്നെ പിടിച്ചടക്കി എന്നെ കാണാൻ വേണ്ടി യോഗികൾ എല്ലാ ആസനങ്ങളും ഉപയോഗിച്ച് എന്നെ കാണാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ആ യോഗികളിൽ ഞാനുണ്ടോ എന്ന് പറഞ്ഞാലും എനിക്ക് സംശയമാണ്. അപ്പം പിന്നെ എവിടെയാണ് ഞാനുള്ളത്? ഭക്ത എത്ര ഗായന്തി, എവിടെയാണോ ഭക്തന്മാർ എന്നെ കുറിച്ച് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത്, ശൃണ്വന്തി ഗായന്തി ഗൃണന്തി ഭീഷ്ണശ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത് തത്ര ദൃഷ്ടാമി നാരദ, അവിടെ എന്നെ കാണാൻ കഴിയും. അവിടെയാണ് ഞാൻ ഇരിക്കുന്നത്, അവിടെയാണ് എന്നെ പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ്. ഭഗവാൻ എല്ലായിടവും ഉണ്ട്, ചരാചരങ്ങളിലും ഭഗവാനെ നമ്മൾ പ്രധാന മഹത്തത്വ സൃഷ്ടിയെ കുറിച്ചൊക്കെ നമ്മള് കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ ഈ ഭാവത്തിൽ എല്ലാം ഭഗവാൻ ഇങ്ങനെ എല്ലായിടത്തും ഉണ്ട്, സർവ്വയിടത്തും ഉണ്ട്. പക്ഷേ ഭഗവാൻ പ്രത്യേകമായിട്ട് പറയുകയാണ്, എന്താണ്? മത്ഭക്ത എത്ര ഗായന്തി. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഭാഗവതം ക്ലാസ്സിന് ഇത്രയും പ്രാധാന്യം. മത്ഭക്ത എത്ര ഗായന്തി തത്ര തിഷ്ഠാമി നാരദ. അല്ലയോ നാരദ, എന്നെ അവിടെ കാണാൻ പറ്റും. അതുപോലെ നമുക്കറിയാം ഓരോ ഭക്തന്മാരോടും ഭഗവാൻ എങ്ങനെയാണ് പറയാ. നമുക്ക് ധ്രുവന്റെ കാര്യം അറിയാം. ധ്രുവൻ ഇത്ര വലിയ തപസ് ചെയ്തു, ഒന്നും അറിഞ്ഞുകൂടാത്ത കുട്ടി അല്ലെ. ഒന്നും പറയാൻ അറിയില്ല, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു കുട്ടിയെ വന്നപ്പോ എന്താ ചെയ്തത്? ഭഗവാൻ പ്രത്യക്ഷമായ സമയത്ത് അവൻ ഇങ്ങനെ കൈകൂപ്പി നിന്നതല്ലാതെ ഒരു വാക്കും വരുന്നില്ല. അപ്പം എന്ത് ചെയ്തു? തന്റെ കയ്യിലിരുന്ന ശംഖെടുത്ത് നെറ്റിയിലൊന്ന് വരച്ചു കൊടുത്തു. അതാ വരാൻ തുടങ്ങി, അനർക്കളം നിർവഹിക്കാൻ അങ്ങോട്ട് ഇങ്ങ് വരാൻ തുടങ്ങി അനർക്കളമായിട്ട്. അപ്പൊ ആ ഒരു എത്ര വലുതാണ്. എന്താണ്? യോന്ത പ്രവിശ്യ മമവാചം ഇമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംന. പിന്നെ എങ്ങനെയോ? ആജ്ഞാംശ ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഇത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. രാവിലെ നമ്മളെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്ന അവസരത്തില് നമ്മൾ ആ ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മിക്കവാറും എല്ലാവരും ഉണരാറുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ ആ ഒരു ഭഗവാൻ അങ്ങോട്ട് കൊടുക്കുന്ന എന്റെ വാക്കുകളെ ഇത്രമാത്രം പുറത്തേക്ക് വരാൻ കാരണമായി തീർന്നത് അങ്ങാണ്. അല്ലാതെ എനിക്ക് ഒരു വാക്കും പറയാൻ കഴിയുമായിരുന്നില്ല. അന്തപ്രവിശ്യ, എന്റെ ഉള്ളിൽ കടന്നിട്ട് അന്തപ്രവിശ്യ മമവാചം ഇമാം പ്രസുപ്താം, എന്റെ വാക്കുകളെ ഇത്രമാത്രം മഹത്വമുള്ളതാക്കി മാറ്റി. മാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാമ്ന. അഖില ശക്തി തന്നിട്ട് അതിൽ ശക്തിധരനായിരിക്കുന്ന ആ സ്വധാമ്ന, ആ ധാമമായിരിക്കുന്ന അവിടുന്ന് എന്റെ മനസ്സിനെ, എന്റെ പ്രാണനെ, എന്റെ ജീവനെ, എന്റെ ശരീരത്തെ ജീവസുള്ളതാക്കി മാറ്റിയെന്ന കുട്ടി പറയുന്നു.
അപ്പം നമ്മളെ ആ രീതിയിൽ നമ്മൾ രാത്രി മുഴുവൻ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന അവസരത്തില് ഭഗവാൻ നമ്മളുടെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബുദ്ധിയെയും അഖില ശക്തിധരനായിരിക്കുന്ന ആ ഭഗവാൻ അത് ഉണർത്തി നമുക്ക് തരുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പൊ ഇവിടെ അതുപോലെ ഭഗവാൻ എന്താണ്, ഭഗവത് ഭക്തരോട് സദാ പ്രീതിയുള്ള ഭഗവാൻ അവളുടെ വചനങ്ങളെല്ലാം ക്ഷമാപൂർവം കേട്ടിട്ട് പിന്നെ എന്താ ചെയ്തത്, കേട്ടു. അതിനുശേഷം ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് പാണ്ഡവവംശത്തിലെ അവസാന ജീവനെ നശിപ്പിക്കാൻ അയച്ച ബ്രഹ്മാസ്ത്രമാണതെന്ന് തൽക്ഷണൻ ഭഗവാൻ ഗ്രഹിക്കുകയും ചെയ്തു. അപ്പം കാര്യം ഭഗവാൻ അപ്പോഴേ പിടികിട്ടി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ അശ്വത്ഥാമാവിനെ കുറിച്ച്, ദ്രോണപുത്രനെ കുറിച്ച് അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞതാണ്. എത്രയോ ദിവസമായിട്ട് നടക്കുകയാണ്, അതുകൊണ്ട് നമുക്കെല്ലാം അറിയാം. എന്നാലും ഞാൻ എൻ്റെ ഈ ശ്ലോകത്തിൽ വന്നതുകൊണ്ടൊന്ന് പറയാം. ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് പാണ്ഡവവംശത്തിലെ അവസാന ജീവനെ നശിപ്പിക്കാൻ അയച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അശ്വത്ഥാമാവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, അശ്വത്ഥാമാവ് എന്ന് പറയുന്നത് ദ്രോണാചാര്യരുടെയും കൃപിയുടെയും മകനാണ്. കൃപി എന്ന് പറയുന്ന ഗൗതമ കുടുംബത്തിൽപ്പെട്ട ആളാണ് കൃപി. അപ്പൊ അവരുടെ പിന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ ശിവന്റെ അംശമാണ്. അദ്ദേഹം അശ്വത്തെ പോലെ ബലമുള്ളവൻ എന്ന അർത്ഥത്തിലാണ് അശ്വത്ഥാമാവെന്ന് പറഞ്ഞത്. പിന്നെ 19ാമത്തെ രുദ്രന്റെ ഭാവത്തിലെ 19ാമത്തെ ഭാവമാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നു. അതുപോലെ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾക്ക് കുറെ കാര്യങ്ങൾ ഓരോ പറഞ്ഞിട്ടുണ്ട്. മഹാദേവന്റെ 3 ഭാവങ്ങള്, യമഭാവം, ക്രോധഭാവം, കാമഭാവം എന്നൊക്കെ അതിലെല്ലാം ഇദ്ദേഹത്തിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിരഞ്ജീവിയാണെന്ന് നമുക്കറിയാം. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഹരിവംശ പുസ്തകം പറയുന്നത് ശങ്കരൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ശിവപുരാണത്തിൽ പറയുന്നു ശിവൻ തന്നെയാണെന്നും പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും അദ്ദേഹം അധർമ്മത്തിന്റെ സൈഡിലായിപ്പോയി, വിധിയായിരിക്കാം, അദ്ദേഹം അധർമ്മത്തിന്റെ സൈഡിൽ ആയിപ്പോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം പിന്നെ എടുത്ത് പറയാനുള്ളത് ഇവിടെ എന്താണ്, അദ്ദേഹത്തിന് ഈ ശിവന്റെ കഴിവുകളെല്ലാം നിറഞ്ഞിരിക്കുന്നു എന്ന് ഭഗവാൻ മനസ്സിലാക്കിയതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു, ഭഗവാൻ പറഞ്ഞു, അർജുനനോട് പറഞ്ഞു, നീ പോയി ശിവനെ പ്രസാദിപ്പിച്ച് എന്ത് ചെയ്യണം, അദ്ദേഹത്തിന്റെ കരുണ വാങ്ങണം, അദ്ദേഹത്തിൽ നിന്നുള്ള മഹാദേവനെയും മഹാദേവിയെയും പ്രസാദിപ്പിക്കുക, അവരിൽ നിന്ന് കരുണ നേടിയെടുക്കുക എന്ന് പറഞ്ഞിരുന്നു നേരത്തെ അർജുനനോട്. അതുകൊണ്ട് അർജുനൻ പോയി ശിവനെ പ്രാർത്ഥിച്ച് ശിവന്റെ അടുക്കൽ വേണ്ടതെല്ലാം ഭക്തിപൂർവം പോയി അദ്ദേഹത്തെ പ്രാർത്ഥിക്കുകയും അവിടെ നിന്ന് പാശുപതാസ്ത്രം കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അശ്വത്ഥാമാവ് പിന്നെ ഇനിയും അശ്വത്ഥാമാവിനെ കുറിച്ച് നമുക്കറിയാം. ഇനി നെക്സ്റ്റ് സമയത്ത് അദ്ദേഹം സംഭവിക്കാൻ പോകുന്നത് എന്താണ്, അതൊക്കെ പിന്നത്തെ കാര്യം. അങ്ങനെ അശ്വത്ഥാമാവ് പാണ്ഡവവംശത്തിലെ അവസാന ജീവനെ നശിപ്പിക്കാൻ എങ്ങനെയാണ് അദ്ദേഹം ഇതിനെ ശ്രമിച്ചതെന്നും ആരുടെ വചനം അനുസരിച്ചാണ് ഇതൊക്കെ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് എടുക്കണ്ട. നമുക്ക് എന്താണ്, കുരുകുലാധിപൻ വീണ് കിടക്കുന്നത് കണ്ടിട്ട് സങ്കടം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം പോയിട്ട് ഇവരോട് എന്താണ് റിവെഞ്ച് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും ഈ കഥകളൊക്കെ പറഞ്ഞതുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകണ്ട. അങ്ങനെ ഉപപാണ്ഡവരെ എല്ലാം വധിച്ചു എന്ന് വെച്ചാൽ നിഷ്കരണം വധിക്കുകയാണ് ചെയ്തത് എന്ന് നമുക്ക് അത് പറയാൻ പോലും നമുക്ക് സാധ്യമല്ല. അത്രമാത്രം 5 കുഞ്ഞുങ്ങളെ വെട്ടി കുലപ്പെടുത്തുക ആ ഒരു ഭാവമാണ് അതിൽ ഉണ്ടാക്കിയെടുത്ത ആ ക്രോധഭാവം. അദ്ദേഹത്തിന്റെ ക്രോധഭാവവും ആ യമഭാവവും രണ്ടും കൂടി വന്നപ്പോഴേക്ക് അദ്ദേഹം വളരെ ക്രുദ്ധനായി മാറുകയും തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളിനെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കണം എന്ന് മാത്രമേ അദ്ദേഹം വിചാരിച്ചുള്ളൂ. അങ്ങനെ പാണ്ഡവവംശത്തിലെ മൊത്തം നശിപ്പിച്ച് അവിടെ ചെന്നപ്പോഴോ ദുര്യോധനൻ പോലും ദുര്യോധനൻ എന്ന് പറയുന്ന ഏറ്റവും ദുഷ്ടതയുടെ അങ്ങേയറ്റമായിട്ട് പോലും അദ്ദേഹം പോലും അതിൽ സന്തോഷിച്ചില്ല, അദ്ദേഹം സന്തോഷിച്ചുമില്ല. അങ്ങനെയാണ് നമ്മളെ നേരത്തെ നിങ്ങൾ പഠിച്ചത് അല്ലെ. അപ്പൊ ഈ ബ്രഹ്മാസ്ത്രമാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ മുന്നോട്ട് പോകുന്നു. അപ്പൊ ഭഗവാൻ ഇനിയും നമുക്ക് പറയാനുള്ള ഭാവാർത്ഥത്തിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഭഗവാൻ എല്ലാവിധത്തിലും പക്ഷപാതമില്ലാത്തവനാണെങ്കിലും ഭക്തരോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക ചായ്വുണ്ട് എന്ന് പറഞ്ഞു. മുമ്പേ നമ്മൾ പറഞ്ഞു അല്ലേ, മദ്ഭക്തായ എത്ര ഗായന്തി തത്ര തിഷ്ഠാമി നാരദ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇപ്പൊ മഴ പെയ്യുന്നു, നല്ലതുപോലെ മഴ പെയ്യുന്ന അവസരത്തില്
കുന്നുകളിൽ നിന്ന് വെള്ളം താഴേക്ക് ഒലിച്ചിറങ്ങും അല്ലെ. ഒലിച്ചിറങ്ങുന്ന അവസരത്തില് അത് എവിടേക്കാണ് വരുന്നത്? താഴ്ന്ന സ്ഥലത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പം ചില ഭാഗം ചില ഭാഗം ഉയർന്നതായിരിക്കും, ചില ഭാഗം താഴ്ന്നതായിരിക്കും. അപ്പൊ ഏറ്റവും താഴ്ന്ന സ്ഥലത്തേക്ക് ഈ ജലം ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആ ജലം ഇന്ന സ്ഥലത്ത് കയറത്തില്ല, ഇന്ന സ്ഥലത്ത് കയറും എന്നുള്ള ഭാവമൊന്നും അവിടെ ഇല്ലല്ലോ. അപ്പം അത് ജലം വരുന്നത് നേരെ ഒഴുകി വന്ന് താഴ്ന്ന സ്ഥലത്തേക്ക് പോകും. അപ്പൊ ഇവിടെ ജലം കിട്ടിയില്ല, ഇവിടെ കുറച്ച് ഉയർന്നു കിടന്നിടത്ത് ജലം കിട്ടിയില്ല, ഇവിടെ താഴ്ന്നു കിടത്ത് ജലം കിട്ടി. അങ്ങനെ പറയുമ്പം ആ കുന്നിൽ നിന്ന് വന്ന ജലത്തിന് എന്തെങ്കിലും പാർഷ്യാലിറ്റി ഉണ്ടോ? ഇവിടെ കയറത്തുള്ളൂ, ഇവിടെ കയറില്ല എന്ന പാർഷ്യാലിറ്റി വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ്? അത് ജലത്തിന്റെ ആ സ്വഭാവം എന്ന് പറയുന്നത് ഒഴുകുക. ഒഴുകി വരുമ്പോൾ എവിടേക്കാണോ താഴെ സ്ഥലം അവിടേക്ക് അങ്ങ് ഒഴുകുകയാണ്. അപ്പൊ അവിടെ വന്നത് അവിടെ ഒരു പാർഷ്യാലിറ്റി കൊണ്ടല്ല, താണ സ്ഥലത്തേക്കെല്ലാം ജലം കിട്ടി എന്നുള്ളതാണ്. ഏറ്റവും താണ സ്ഥലത്തേക്ക് ജലം ഒഴുകിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. അവിടെ യാതൊരു പാർഷ്യാലിറ്റിയും ഇല്ല. അപ്പൊ അതുപോലെ ഭഗവാന്റെ കരുണ, ഭഗവാൻ എല്ലാവരോടെയും ആരോടും പക്ഷപാതമൊന്നുമില്ല. പക്ഷേ ചില ഭഗവാനെ ഉള്ളൂ എനിക്കെന്ന് കരുതുന്നവർക്ക്, ഭഗവാനെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക്, വേറെ ഒരാശ്രയം എനിക്കില്ല. പക്ഷെ അവരും എങ്ങനെയായിരിക്കണം? മറ്റുള്ളവരെ വഞ്ചിച്ചിട്ടാവരുത് ഭഗവാനെ ഉള്ളൂ എന്ന് കരുതുന്നത്. ചില ആൾക്കാരുണ്ട് ഭഗവാനെ ഉള്ളൂ എന്ന് പറഞ്ഞ അമ്പലങ്ങളെല്ലാം പോകും, പക്ഷെ അവരുടെ പ്രവൃത്തി മറ്റുള്ളവരെ വഞ്ചിക്കുന്നതായിരിക്കും. അപ്പൊ അവിടെയും ഭഗവാൻ നോക്കും, അതും ഭഗവാൻ നോക്കും എല്ലാ കാര്യങ്ങളും. അപ്പോഴേ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരെ എഴുതാണ്ട് അവരെ സഹായിച്ചില്ലല്ലോ, ഇവിടെ സഹായിച്ചല്ലോ എന്ന് പറയരുത്. അവർ ഭയങ്കര ഭക്തരാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കരുത്. പക്ഷെ അവർ ചെയ്യുന്ന കർമ്മത്തെ കൂടി ഒന്ന് നോക്കും എന്ന് മാത്രം. പക്ഷെ ഭഗവാന് വേണ്ടി സർവ്വം സമർപ്പിച്ചിട്ട് വഞ്ചനയില്ലാതെ യാതൊരു ഇതുമില്ലാതെ ഭഗവാനെ തന്നെ ആശ്രയിക്കുന്നവരെ ഭഗവാൻ എപ്പോഴും കരുണാപൂർവനായ ഭഗവാൻ കൈവെടിയുകയില്ല എന്നുള്ളതാണ്. അപ്പൊ ഭക്തരോടെ ഒരു ചായവുണ്ട്. അപ്പൊ ഏവരുടെയും നന്മയ്ക്ക് ഇത് അത്യന്തം അനുപേക്ഷണീയമാണ്. നമുക്ക് വേറെ ഒരു എക്സാമ്പിൾ വേണമെങ്കിലും എടുക്കാം. നമ്മുടെ ഭാരത സമൂഹത്തിലെ ഇന്ത്യ സാമ്രാജ്യത്തിലെ സെൻട്രൽ ഗവൺമെന്റും ഉണ്ട്, പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും ഉണ്ട് അല്ലെ. സെൻട്രൽ ഗവൺമെന്റിന് ചില ടാക്സ് ഒക്കെ സെൻട്രൽ ഗവൺമെന്റിനുള്ളതും ചില ടാക്സ് ഒക്കെ സ്റ്റേറ്റ് ഗവൺമെന്റിനുള്ളതുമാണ്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന് ഇന്ന് ഇത്ര രൂപ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഓരോ ആവശ്യങ്ങൾക്കായി കൊടുക്കണമെന്ന് നിയമമുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള നിയമത്തില് സെൻട്രൽ ഗവൺമെന്റ് ഇപ്പം ഉടനെ തന്നെ ഒരു നോട്ടീസ് ഇടും, ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന ഡിപ്പാർട്ട്മെന്റിന് ഇത്ര കോടി രൂപ അനുവദിക്കുന്നതാണ്, അത് ഈ എല്ലാ സ്റ്റേറ്റുകൾക്കും ഒരുപോലെ ബാധകവുമാണ് എന്നും പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ കൊടുക്കുന്ന അവസരത്തില് അതിനു വേണ്ടിയിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എത്ര രൂപ ചെലവുണ്ട്, അതിനു വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, ആ ചെയ്ത കാര്യങ്ങളെല്ലാം സെൻട്രൽ ഗവൺമെന്റിനെ അറിയിക്കണമെന്ന് പറയും. അപ്പൊ അത് ഇത്ര ദിവസത്തിനകം അറിയിക്കണം. ഇപ്പൊ മാർച്ച് 30-നകം അറിയിക്കണം, അല്ലെങ്കിൽ ഫെബ്രുവരി 27-നകം അറിയിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ കൊടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ഗവൺമെന്റുകളെല്ലാം തന്നെ അതിന്റെ സമയത്തിന് അതെടുത്ത് അതെല്ലാ വിവരങ്ങളും കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സമർപ്പിക്കാൻ വൈകിട്ട് അത് കൊടുക്കാതെ ഇവിടെ കടിപിടി ഇട്ടുകൊണ്ട് നിന്നിട്ട് ചില സ്റ്റേറ്റുകളെല്ലാം സമയത്തിന് കൊടുക്കുകയും ചെയ്യും. അപ്പൊ എല്ലാവർക്കും അത് കിട്ടി. ഒരു സ്റ്റേറ്റ് മാത്രം അത് സമർപ്പിച്ചില്ല എങ്കിൽ ആ സ്റ്റേറ്റിന് കിട്ടത്തില്ല. എന്തുകൊണ്ട്? ചെയ്യേണ്ട രീതിയിൽ അവർ ചെയ്തില്ല, വേണ്ട രീതിയിൽ പറഞ്ഞ പ്രതിപ്രവർത്തനം അവർ നടത്തിയില്ല. അപ്പൊ ചെയ്യേണ്ട രീതിയിൽ വിശ്വസിച്ചുകൊണ്ട് അത് കൊടുക്കാൻ തയ്യാറാകുന്നവർക്ക് മാത്രമേ അവിടെ നിന്ന് കിട്ടേണ്ട കാരുണ്യം കിട്ടുകയുള്ളൂ, അവിടെ നിന്ന് കിട്ടേണ്ട രൂപ കിട്ടുകയുള്ളൂ. അപ്പം നമ്മൾ ഭഗവാനോട് അത്രമാത്രം ആ ഒരു വിശ്വാസത്തോടു കൂടി ചെയ്തില്ലെങ്കിൽ കാരുണ്യം ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല എന്ന് പറയുന്നത് പോലെ ഭഗവാനിൽ നിന്നുള്ള കാരുണ്യം എന്തായാലും കിട്ടും. പക്ഷേ അതിനനുസരിച്ച് നമ്മൾ ഭഗവാനെ ചെയ്യേണ്ട നിയമമുറകൾ അനുസരിച്ച് നമ്മൾ ഭഗവാനെ അന്ധമായിട്ട് എന്തും ചെയ്തിട്ട് ഭഗവാനെ വിശ്വസിക്കുന്നു എന്ന് പറയരുത്. ചെയ്യേണ്ട നിയമമുറകൾ അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അതിന് ഭഗവത് ഭക്തിയുടെ വിവിധ തലങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. അപ്പം ഇത് പറയുന്ന എല്ലാവരുടെയും നന്മയ്ക്ക് ഇത് അന്വേഷണീയമാണ്. പാണ്ഡവവംശം ഭക്തരുടെ കുലമായിരുന്നു, ആകയാൽ പ്രപഞ്ചത്തെ ഭരിക്കുന്നത് അവരാകണമെന്ന് ഭഗവാൻ കാംക്ഷിച്ചു. ദുര്യോധന പക്ഷത്തിന്റെ ഭരണം ഇല്ലാതാക്കണം എന്നും ഭഗവാൻ. അപ്പൊ പാണ്ഡവവംശത്തെ കുറിച്ച് നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാലും നമുക്കൊന്ന് നോക്കാം. പാണ്ഡവവംശം എന്ന് പറയുന്നത്
ചന്ദ്രവംശമാണ് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് അല്ലെ. പുരുവംശം, പാണ്ഡവരും കൗരവരും ചന്ദ്രവംശത്തിൽപ്പെട്ടവരാണ്. ഇവര് രണ്ടായത് ഇവിടെ ഈ ആരാണ് ധൃതരാഷ്ട്രരുടെ ഈ രാഷ്ട്രത്തോടുള്ള അധൃതമായ ആ സ്നേഹം കൊണ്ടാണ് അവിടെ അത് രണ്ടാകുന്നത്. അല്ലെങ്കിൽ അവർ രണ്ടുപേരും ചന്ദ്രവംശികളാണ്. പുരുവിൽ നിന്നാണ് അവരുടെ ഉത്ഭവം. നമുക്കറിയാം പുരുവിൽ നിന്നല്ല. ഒരു കാലത്ത് യയാതി എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ യയാതി രാജാവ് വിവാഹം കഴിച്ചിരുന്നത് ദേവയാനിയെയും, രണ്ട് ഭാര്യമാരായിരുന്നു, ദേവയാനിയും ശർമ്മിഷ്ഠയും. അങ്ങനെ ദേവയാനിയിൽ 2 പുത്രന്മാരുണ്ടായി, ശർമ്മിഷ്ഠയിൽ 3 പുത്രന്മാരുണ്ടായി. അപ്പൊ ദേവയാനിയിൽ ഉണ്ടായ 2 പുത്രന്മാര് അവര് അതിനുശേഷം ഇങ്ങനെ വംശം ഇങ്ങനെ വരികയാണ്. വംശം ഇങ്ങനെ വരുമ്പോഴേ ആ ഒരു അവരിൽ നിന്നുണ്ടായ, പിന്നെ ആ കഥയുണ്ട്, യയാതിയുടെ കഥ ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിന് യൗവനം നഷ്ടപ്പെടുത്തുന്നതും അല്ലേ. അപ്പൊ ആ ഒരു അവളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ ദേവയാനിയുടെ പുത്രന്മാരായിരുന്നു തുർവസുവും ദുരുഹ്യവും. അങ്ങനെ തുർവസുവിൽ നിന്ന് യവനന്മാരുണ്ടായി. അതാണ് ഗ്രീക്ക് സാമ്രാജ്യം സ്ഥാപിച്ചത്. ദ്രഹ്യു എന്ന് പറയുന്ന ആളിൽ നിന്ന് ഭോജന്മാരുണ്ടായി. അതാണ് ത്രിപുരയിലുള്ള ഭോജവംശം. പിന്നീട് അവർ രണ്ടുപേരും ദേവയാനിയുടെ പുത്രന്മാരായിരുന്നു. ശർമ്മിഷ്ഠയിൽ നിന്നുണ്ടായ ആൾക്കാരാണ് എന്താണ് പുരുവിനെ കുറിച്ചാണല്ലോ നമുക്ക് ഇവിടെ പറയേണ്ടത്. പുരു എന്ന് പറയുന്നത് അദ്ദേഹത്തിൽ നിന്നാണ് ഈ ചന്ദ്രവംശം ഉണ്ടാകുന്നത്. ചന്ദ്രവംശം. പിന്നെ അതിനിടയ്ക്ക് അനു ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മ്ലേച്ഛന്മാരും ഉണ്ടായി. അങ്ങനെ ഒരു വംശങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഇതിന് ശേഷം യയാതിയുടെ ഈ കാലഘട്ടങ്ങൾക്ക് ശേഷം വംശങ്ങൾ 15 തരത്തിലുള്ള ഭരണങ്ങളൊക്കെ അങ്ങ് കടന്നുപോയി. ജനറേഷൻസ് ഇങ്ങനെ കടന്നു പിന്നെ ഒരു യയാതിയുടെ കാലം കഴിഞ്ഞു, പുരുവിന്റെ കാലം കഴിഞ്ഞു. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ 15 വിധത്തിലുള്ള ഭരണം കാഴ്ചവെച്ച് കഴിഞ്ഞതിന് ശേഷം കുരു എന്നും പറഞ്ഞൊരാള് സാമ്രാജ്യാധിപനായിട്ട് വരുന്നു. അങ്ങനെ കുരുവംശം അദ്ദേഹം ഇവരിൽ തന്നെ കുരുവംശം സ്ഥാപിച്ചു. മറ്റേ നേരത്തെ പുരുവംശമായിരുന്നു, ആ പുരുവംശത്തെ കുരുവംശമാക്കി മാറ്റി. അങ്ങനെ ഒരു 13 ജനറേഷൻസ് കഴിയുമ്പോഴാണ് ശന്തനു മഹാരാജാവ് വരുന്നത്. ശന്തനുവിനെ എല്ലാവർക്കും അറിയാമല്ലോ, ഭീഷ്മരുടെ അച്ഛൻ. അങ്ങനെ ശന്തനുവിൽ നിന്നാണ് വിചിത്രവീരനെ, അത് നമുക്കറിയാം, ശന്തനുവിന്റെ മകനാണ് ഭീഷ്മര്. പിന്നീട് സത്യവതി വരുന്നു. സത്യവതിയിൽ വിചിത്രവീരനും ചിത്രാംഗദനും ഉണ്ടാകുന്നു. ആ വിചിത്രവീരന്റെ മകനായിട്ട് ധൃതരാഷ്ട്ര വരുന്നു. അങ്ങനെ അതിന് പാണ്ഡവര് വരുന്നു അല്ലെ. അപ്പൊ ആ പാണ്ഡവരുടെ വംശം എന്ന് പറയുന്നത് ചന്ദ്രവംശത്തിൽപ്പെട്ടവരാണ്. അവര് കുരുവംശം എന്ന് അറിയപ്പെട്ടു. അത് പിന്നീട് ഭീഷ്മരുടെ കാലം തൊട്ട് ഇങ്ങനെ വരികയാണ്. അങ്ങനെയാണ് ഇവിടെ പാണ്ഡവരെന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, വിചിത്രവീരന്റെ മകനായ ധൃതരാഷ്ട്രരും പാണ്ഡവും ഉണ്ടായി. ആ പാണ്ഡവരുടെ പുത്രന്മാരാണ് പാണ്ഡവരെന്ന് പറയുന്നതെന്ന് നമുക്ക് അറിയാം. അങ്ങനെ ചന്ദ്രവംശമാണ് ഏത് വംശം എന്ന് പറയുന്നത്, ഈ ഇവരുടെ വംശം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പറയാനുള്ളത്, ഇവരുടെ വംശത്തെ കുറിച്ച് പറഞ്ഞു. പാണ്ഡവംശം അവരെല്ലാവരും ഭക്തന്മാര് തന്നെ ആയിരുന്നു. അതുകൊണ്ട് ആ പ്രപഞ്ചത്തെ ഭരിക്കുന്നത് അവരാകണമെന്ന് ഭഗവാൻ ആഗ്രഹിച്ചു എന്നും പറഞ്ഞു. യുധിഷ്ഠിരരുടെ ഭരണത്തെ കുറിച്ച് ഭരണം സുസ്ഥാപിക്കണമെന്നുള്ളതിനുള്ള കാരണവും ഇവര് ഭക്തന്മാരായതുകൊണ്ട് ആണ് എന്ന് നമുക്ക് ഇവിടെ പറഞ്ഞു തന്നു കഴിഞ്ഞു. പിന്നീട് ഇതേക്കുറിച്ച് പറയാനുള്ളത് എന്തൊക്കെയാണ്, വേറെന്തെങ്കിലും ഉണ്ടോ? പിന്നീട് ഗർഭത്തിലുള്ള മഹാരാജാവ് പരീക്ഷത്തിനെ രക്ഷിക്കണമെന്ന് ഭഗവാൻ ഇച്ഛിക്കാനുള്ള കാരണം, അവിടെ പരീക്ഷിത്ത് മഹാരാജാവെ ഇനിയും വരാൻ പോകുന്ന ആ സാമ്രാജ്യത്തിന്റെ അധിപനായി തീരേണ്ടത് പരീക്ഷിത്ത് മഹാരാജാവാണ്. അങ്ങനെ ആ പരീക്ഷിത്ത് മഹാരാജാവിനെ സംബന്ധിച്ചാൽ ഭക്തനായ പരീക്ഷിത്ത് മഹാരാജാവ്, അങ്ങനെ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ട് അദ്ദേഹത്തെ രക്ഷിക്കാൻ തുടങ്ങി. നമുക്കറിയാം നേരത്തെ തന്നെ എന്താണ്, ഉത്തരയുടെ ഭർത്താവ് മരണമടഞ്ഞിരുന്നു. ആരായിരുന്നു ഉത്തരയുടെ ഭർത്താവ്? ആരെങ്കിലും ഒന്ന് പറയും. ഹരേ കൃഷ്ണ. ഉത്തരയുടെ ഭർത്താവ് അഭിമന്യുവായിരുന്നു. അപ്പം ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിക്കുന്ന സമയത്ത്, ഇവിടേക്ക് വരുന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും ഭഗവാനോടൊപ്പം തന്നെ ഭൂമിയിൽ ജന്മമെടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ഭൂമിദേവിയും അതുപോലെ
എന്താണ് ബാക്കിയുള്ള ദേവന്മാരും എല്ലാം ചെന്ന് ഭഗവാനോട് കരഞ്ഞപേക്ഷിച്ചു. ഭൂമിയിൽ ഒരുപാട് അധർമ്മം കളിയാടുന്നു, അവിടെ നിന്ന് രക്ഷിക്കണമെന്ന് പറയുന്ന അവസരത്തില് ഭഗവാൻ പറഞ്ഞു, ശരി, ഞാൻ അവതാരം എടുക്കാമെന്ന് സമ്മതിക്കുകയും അങ്ങനെ അവിടെ ഉള്ള അദ്ദേഹത്തിന്റെ സഹവാസികളെല്ലാം അതുപോലെ ദേവന്മാരും ആരൊക്കെയായിട്ട് എവിടെയെല്ലാം പിറക്കണമെന്ന് ഭാഗവതം നമ്മൾ വായിക്കും, നമുക്കറിയാം, പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴേ ഈ അഭിമന്യുവായിട്ട് വരുന്നത്, ബാക്കി എല്ലാവരുടെയും അല്ല, ഇവിടെ അഭിമന്യുവായിട്ട് വരുന്നത് യഥാർത്ഥത്തിൽ വർച്ചസിന്റെ മകനായിട്ടാണ്. ചന്ദ്രന്റെ പുത്രനായ വർച്ചസിന്റെ മകനായിട്ടാണ് അഭിമന്യു വരുന്നത്. അദ്ദേഹം ഇവിടെ ജന്മമെടുക്കുകയാണ്. സുഭദ്രയുടെയും അർജുനന്റെയും മകനായിട്ട് ജന്മമെടുക്കുന്നത്. അപ്പൊ അവിടെ അന്നേ തന്നെ വർച്ചസും ചന്ദ്രൻ തന്നെ ഭഗവാനോട് അപേക്ഷിച്ചിരുന്നു, ഭഗവാനെ, എനിക്ക് എന്റെ മകനെ പിരിഞ്ഞിരിക്കാൻ ഒരുപാട് കാലം സാധിക്കുകയില്ല, എത്രയും വേഗം എന്റെ മകനെ തിരിച്ചു തരണം എന്ന് ഭഗവാനോട് അഭ്യർത്ഥിച്ചിരുന്നു. അപ്പൊ ഭഗവാൻ പറഞ്ഞിരുന്നു, തീർച്ചയായും ഞാൻ എത്രയും വേഗം തിരിച്ചു തരാം എന്ന് അവിടെ പറഞ്ഞിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് 16 വയസ്സ് അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് തിരിച്ചയച്ചു എന്നുള്ളത്. അവിടെ വാക്ക് കൊടുത്തിട്ടാണ് അഭിമന്യു ഇവിടെ വരുന്നത്. അപ്പൊ ആ ഒരു റോളാണ് അദ്ദേഹത്തിന് ഇവിടെ പറഞ്ഞിരുന്നത്. ആ ഒരു റോളിൽ വെച്ചാൽ എന്തുകൊണ്ടായാലും ആവശ്യമായ യുദ്ധത്തിനെ തിരിച്ചുവിടാൻ ആവശ്യമായ ഒരു റോൾ അദ്ദേഹത്തിന് നൽകി എന്നുള്ളതാണ്. കാരണം അഭിമന്യുവിനെ കുറിച്ച് പറയാത്തവരില്ല, അറിയാത്തവരില്ല, ഇല്ലേ? ചതിച്ചു കൊന്നു മഹാരഥിമാര് ചേർന്ന് നിന്നുകൊണ്ട്, എല്ലാവരും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തെ ചതിച്ചു കൊല്ലുകയാണ്. അത്രമാത്രം കഴിവുള്ള കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാമില്ലേ? സുഭദ്രയുടെ വയറ്റിൽ കിടക്കുന്ന അവസരത്തിൽ ഭഗവാൻ എല്ലാ കാര്യങ്ങളും യുദ്ധത്തിൽ എങ്ങനെയാണ് അതിക്രമിച്ച് കിടക്കേണ്ടതെന്നും ഏത് രീതിയിലാണ് യുദ്ധത്തിൽ വളഞ്ഞു ചെല്ലേണ്ടതെന്നും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് അങ്ങ് എന്ത് ചെയ്തു? സുഭദ്ര ഉറങ്ങിപ്പോയതായിട്ടും, അല്ലെ, ബാക്കി കാര്യങ്ങൾ അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ കഥകളിൽ പറയുന്നുണ്ട്. എങ്ങനെയാകട്ടെ, പക്ഷേ എന്നിരുന്നാലും ശരി, അദ്ദേഹത്തിന് വളരെ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് വന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ റോൾ എളുപ്പം തീർന്നു, അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷെ ആ റോളിന് ഉടൻ തന്നെ ആ സമയത്ത് തന്നെ 16 വയസ്സേ ആയിട്ടുള്ളെങ്കിലും അപ്പോഴത്തേക്ക് വിവാഹം നടത്തി ആ പാണ്ഡവ കുലത്തെ സംരക്ഷിക്കാനുള്ള കുട്ടിയെ കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ധർമ്മമായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ കുട്ടി മുഖേന കുലത്തെ കൗരവർ 2 ഭാഗത്തെ ഉള്ളവരെയും, പാണ്ഡവരായാലും ശരി നൂറ്റവരായാലും ശരി, അവരെ 2 കൂട്ടരെയും കൗരവരെന്നാണ് അറിയപ്പെട്ടത്. എന്തുകൊണ്ട് അങ്ങനെ അറിഞ്ഞു? കുരുവംശം സ്ഥാപിച്ച കുരുവംശത്തിൽ നിന്ന് വന്നവരായതുകൊണ്ട്. കുരുവാണ് സ്ഥാപിച്ചത്. അവിടെ നിന്ന് പിന്നെ ശാന്തനു വഴി വന്നവരായതുകൊണ്ട് അവരെ കൗരവരെന്നാണ് എല്ലാവരെയും അറിയപ്പെട്ടത്. പക്ഷെ യുദ്ധമായി ഇവര് തമ്മിലുള്ള വൈരാഗ്യം വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കുരുവംശത്തിൽപ്പെട്ടവരാണ്, ഇവര് കുരുവല്ല. നമ്മൾ ഭഗവത്ഗീതയിൽ ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുയുത്സവ മമകാ പാണ്ഡവശ്ചൈവ കിം അകുർവത സഞ്ജയ. അപ്പൊ എന്റെ മക്കളും എന്റെ മക്കളും പാണ്ഡുവിന്റെ മക്കളും ആ രീതിയിലാണ് അവിടെ കണ്ടത്. അതുകൊണ്ട് അവരെ പാണ്ഡവരെന്നും ഇവരെ കൗരവർ. പക്ഷെ 2 കൂട്ടരും കുരുവംശത്തിൽപ്പെട്ടവർ തന്നെ ആയിരുന്നു എന്ന് നമ്മൾ അറിയാം. അപ്പൊ ഈ യുദ്ധം കഴിഞ്ഞിട്ട് ആരൊക്കെ ജീവിച്ചിരുന്നു എന്ന് പറയാമോ? ആർക്കെങ്കിലും അറിയാമോ? യുദ്ധം കഴിഞ്ഞതിന് ശേഷം ജീവിച്ചിരുന്ന ആൾക്കാര്, യുദ്ധം കഴിഞ്ഞതിന് ശേഷം വളരെ കുറച്ച് ആൾക്കാരെ ജീവിച്ചിരുന്നുള്ളൂ. നമുക്കെല്ലാം അറിയാം പാണ്ഡവരുണ്ടായിരുന്നു എന്നുള്ളത്. പാണ്ഡവരുണ്ടായിരുന്നു, കുന്തി ദേവി, ധൃതരാഷ്ട്രർ, പാഞ്ചാലി, പിന്നെ ഉത്തര, ഗാന്ധാരി ഉണ്ടായിരുന്നു, സാത്യകി ഉണ്ടായിരുന്നു, അശ്വത്ഥമാവ് ഉണ്ടായിരുന്നു, കൃപാചാര്യരുണ്ടായിരുന്നു, കൃതവർമ്മൻ ഉണ്ടായിരുന്നു, യുയുത്സു എന്ന് യുയുത്സു എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. യുയുത്സു ആരാണെന്ന് അറിയാമോ? ഈ ധൃതരാഷ്ട്രർക്ക് ഗാന്ധാരിയുടെ ദാസിയിൽ ഒരു മകനുണ്ടായി. അദ്ദേഹത്തിന്റെ പേരാണ് യുയുത്സു എന്ന് പറയുന്നത്. യുയുധാനൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ, അല്ലെ? ദാസിക്ക് ഉണ്ടായ മകനാണ് യുയുത്സു എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹവും ജീവിച്ചിരുന്നു. അദ്ദേഹം ധർമ്മത്തെ കുറിച്ച് കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. അപ്പൊ അങ്ങനെ അത് നമുക്ക് മനസ്സിലാകും. അത്രയും പേരാണ് ജീവിച്ചിരുന്നത്, അതിനുശേഷം ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. അപ്പം
ഈ വംശം പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു അത് ഏതൊക്കെ വംശങ്ങളാന്ന് പറഞ്ഞ യദുവിൽ നിന്ന് യാദവന്മാരുണ്ടായി എന്ന് പറഞ്ഞു അല്ലെ. ധ്രുവസുവിൽ നിന്ന് യവനന്മാരുണ്ടായി, രുഹുവിൽ നിന്ന് ഭോജന്മാരുണ്ടായി, അതുപോലെ അനുവിൽ നിന്ന് മ്ലേച്ഛന്മാരുണ്ടായി, ഗുരുവിൽ നിന്ന് ഒരു വംശവും ഉണ്ടായി. അങ്ങനെ വംശാവലി കൂടി നമ്മൾ ഇനി അത്ര ഇതിനെക്കുറിച്ച് വേറെ ഒന്നും ഇതിനകത്ത് പറയാനില്ല. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നത് നമ്മൾ ഇതിനൊന്നുമല്ല പ്രാധാന്യം കൊടുക്കുക. ധർമ്മത്തിന് പ്രാധാന്യം കൊടുക്കണം. പിന്നെ ഭഗവാനിൽ സർവ്വതും സമർപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾക്ക് മറ്റൊന്നും കരണീയമായിട്ടില്ല. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് എനിക്ക് മോക്ഷം വേണം, എനിക്ക് എന്ത് വേണം, കൈവല്യം വേണം എന്നുള്ളതാണ് മിക്കവരുടെ ആഗ്രഹം അല്ലേ, മോക്ഷങ്ങള്. പക്ഷേ ഈ കൈവല്യത്തെക്കാളും ഈ എന്തൊക്കെയാണ് സാരൂപ്യത്തെക്കാളും സാഷ്ട്യത്തെക്കാളും സാമീപ്യത്തെക്കാളും സാരോഗ്യത്തെക്കാളും ഇതിനൊക്കെ അപ്പുറത്താണ് ആ ഒരു ഭഗവാനിൽ ചെന്ന് ചേരുക, ഭഗവാനോട് കാണിക്കുന്ന ആ സ്നേഹം എന്നിവിടെ നമ്മൾ ഓർത്തിരിക്കണം. അപ്പം ബുദ്ധിയോഗം ഉപാശ്രിത്യ മച്ചിത്ത സതതം ഭവ എന്നാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അല്ലേ. ചേതസാ സർവകർമാണി മയി സന്യസ്യമത്പര. നമ്മൾ എന്ത് ചെയ്യണം? ചേതസാ സർവകർമാണി മയി സന്യസ്യമത്പര ബുദ്ധിയോഗം ഉപാശ്രിത്യ എന്താണ്? മച്ചിത്ത സതതം ഭവ. നമ്മൾ ആ ബുദ്ധിയോഗത്തിൽ കൂടി, ആ ബുദ്ധിയോഗം എന്ന് പറയുന്നത് എന്താണ്? ഡിവോഷണൽ സർവീസ്, ഭക്തിയുത സേവനത്തിൽ കൂടി നമ്മുടെ മനസ്സിനെ എപ്പോഴും എല്ലാ കർമ്മങ്ങളിലും ഭഗവാനിലേക്ക് അർപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മയി സന്യസ്യമത്പര. ഭഗവാനെ തന്നെ ഓർപ്പിച്ച് കഴിയുന്നവർക്ക് അവരുടെ കൂടെ ഭഗവാൻ എപ്പോഴും ഉണ്ടാകും. അപ്പം 12 നിങ്ങൾക്കെല്ലാം അറിയാം. യോ ന ഹൃഷ്യതി നദ്വേഷ്ടി നശോചതി നകാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാന്യ സമയേ പ്രിയ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ അങ്ങനെ ഒരു ഭാവത്തിലെത്തുമ്പോൾ നമുക്ക് മോക്ഷമോ ഇതൊന്നുമല്ല വരുതേ, ഭഗവത് പാദാംബുജങ്ങളാണ് വരുതേ. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭഗവത് പാദാംബുജങ്ങളെ ആക്കിക്കൊണ്ട് ഓടിച്ചെന്നു. ആ ആശ്രയം എന്ത് രക്ഷിച്ചു? അവളുടെ കുഞ്ഞിനെ രക്ഷിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് നമ്മളിവിടെ ഇനിയും കാണാൻ പോവുകയാണ്. അപ്പം തുടങ്ങിയതേ ഉള്ളൂ. ഹരേ കൃഷ്ണ. നമുക്കിവിടെ ഇതിനെ കുറിച്ച് ഇത്രയും പറയാനുള്ളൂ. എന്തെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടെങ്കിലും പറയൂ. ഭഗവാൻ ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. വളരെ നല്ല ക്ലാസ് മാതാജി. ഒരുപാട് കാര്യങ്ങൾ മാതാജി പറഞ്ഞ് മനസ്സിലാക്കി തന്നു. വളരെ നന്ദി മാതാജി. എനിക്കൊരു സംശയം, യദുവിൽ നിന്നല്ലേ മാതാജി യാദവ വംശം വരുന്നത്? യദുവിൽ നിന്ന് യാദവവംശം. അപ്പൊ ഈ ഭഗവാന്റെ അവര് യാദവരല്ലേ? യദുവിന്റെ ഇതിൽ നിന്ന് വന്നവരാണ്. അവർക്ക് രാജ്യാവകാശം ആദ്യം ഇല്ലായിരുന്നു മാതാജി. കാരണം യദുവിന് രാജ്യാവകാശം കൊടുത്തിരുന്നില്ല. കാരണം നിങ്ങൾക്ക് ആ കഥ അറിയാം. എന്ന് വെച്ചാല് എന്താണ്, കൊടുത്തതുകൊണ്ട് അല്ലേ? കാരണം യൗവനം ചോദിച്ചിട്ട് കൊടുത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവരെ ശാപം കെട്ടുകയായിരുന്നു അന്ന്. പുരുവല്ലേ യൗവനം കൊടുക്കുന്നത്. അതെ മാതാജി, അതെ. അപ്പൊ അതെ, പിന്നെ ഭഗവാന്റെ ആളുകൾ യാദവ വംശമായിട്ടാണ് വരുന്നത് അല്ലെ? യാദവവംശം. പക്ഷെ ഈ യുദ്ധം ചെയ്തിട്ട്, ഈ യുദ്ധ സമയത്ത് ജയിച്ചിട്ട് ഇവിടെ ഉണ്ടാക്കിയ കംസനെ വധിച്ചിട്ട് ആ ഉഗ്രസേനൻ രാജ്യം കൊടുക്കുന്നുണ്ട് അല്ലേ, കംസന്. അപ്പൊ നിങ്ങൾ 10ാം സ്കന്ധത്തിൽ പഠിക്കും. ഭഗവാൻ അവിടെ ചെല്ലുന്നു, മധുരയിൽ ചെല്ലുന്നു. ആരെ വധിക്കുന്നു? കംസനെ വധിക്കുന്നു അല്ലെ. അവിടെ 10 ഭാവങ്ങളാണ് ഭഗവാൻ കാണിക്കുന്നത്. 10 ഭാവങ്ങൾ, അതൊക്കെ പറയാൻ തുടങ്ങിയിട്ടില്ല. ആ 10 ഭാവങ്ങളിൽ കൂടി ഭഗവാൻ കംസനെ വധിച്ചതിന് ശേഷം ആർക്ക് രാജ്യം എടുത്തു കൊടുക്കുന്നു? ഉഗ്രസേന മഹാരാജാവിന്റെ രാജ്യം. അപ്പൊ അന്നേ രാജ്യം നഷ്ടപ്പെട്ടതാണ് അല്ലെ. ആ നഷ്ടപ്പെട്ട രാജ്യപദവി ഇവിടെ ഭഗവാൻ നേടിയെടുത്തു കൊടുക്കുന്നത് നമ്മൾ കാണുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതാണ് പറഞ്ഞാൽ തീരത്തില്ല. ഒരു ശ്ലോകമാണെങ്കിൽ പോലും എടുത്താൽ നമുക്ക് തീരത്തില്ല. ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ മാതാജി. കുലശേഖരാൾവാര് വൃഷ്ണിവംശ പ്രദീപം എന്ന് പറയുന്നുണ്ടല്ലോ ഭഗവാന്. വൃഷ്ണിവംശം അവരുടെ വംശത്തെ വൃഷ്ണികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് അവരുടെ വംശം വൃഷ്ണിവംശമാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. പ്രണാം മാതാജി. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ചെറിയൊരു സംശയം. അതിൽ മാതാജി ഈ 101 മക്കളുടെ അല്ലാതെ പിന്നെ ദാസിയിലുണ്ടായ പുത്രനാണ് യുയുത്സവ അല്ലേ?
अच्छा ओके। हरे कृष्ण माताजी, थैंक यू माताजी। ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ മാതാജി, ഹരേ കൃഷ്ണ പ്രണാമം മാതാജി. മാതാജി. പ്രണാം ഓരോ മാതാജി മാതാജി. ദിവസം കണ്ടിട്ടുണ്ട്. ഓരോ അറിവല്ലേ മാതാജി? ഓരോ ദിവസം കഴിയുമ്പോൾ നമുക്ക് ഓരോ പുതിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. അറിഞ്ഞുകൂടാത്ത അങ്ങനെ ഒരുപാട് അതല്ലേ മാതാജി, ഓരോന്നും പറഞ്ഞാൽ നമുക്ക് തീരത്തില്ല. ഒരു ശ്ലോകം എടുത്താൽ പോലും നമുക്ക് തീരത്തില്ല. എന്തെല്ലാം അതിൽ പറയാനുണ്ട്. മാതാജി പുതിയ പുതിയ ഗുരു കാര്യങ്ങൾ, നമുക്ക് മാതാജി അറിഞ്ഞുകൂടാത്തത് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് അറിയാൻ കഴിഞ്ഞു. ഹരേ 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 കൃഷ്ണ. കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ മാതാജി, മാതാജി. യയാതിക്ക് ഇത് കൊടുക്കണ പുരുവാണോ? പുരുവിനെ തന്നെയാണോ കുരു എന്ന് പറയണത്? പുരുവാണ്. കുരു വേറെ. കുരു എന്ന് ആ പറയുന്നത് പുരുവൻ പുരുവിന്റെ കാലം പുരു കഴിഞ്ഞിട്ട് 15 ജനറേഷൻ കഴിഞ്ഞിട്ടാണ് കുരുവംശം ഉണ്ടാകുന്നത്. പുരു വരുന്നത്. അന്ന് വരെയും പക്ഷെ കുരുവംശമാണ്. പുരുവാണ് ഇത് കൊടുക്കുന്നത്. അതായത് അന്ന് വരെയും പൗരവ വംശം എന്നാണ് അവർ ഓ, അറിയപ്പെട്ടിരുന്നത്. പൗരവംശം. പുരുവംശം. ആ പുരുവിന്റെ കാലം കഴിഞ്ഞിട്ട് 15 ജനറേഷൻസ് കടന്നു കഴിഞ്ഞതിന് ശേഷം വന്ന രാജാവാണ് കുരു. പുരു. അദ്ദേഹം വിചാരിച്ചു എന്റെ പേരിൽ ഇരിക്കട്ടെ വംശം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം കുരുവംശം. അങ്ങനെ ഹരേ കൃഷ്ണ. എല്ലാവർക്കും അല്ല, ഒരു ശരിക്കും സെൽഫിഷ്. യയാതിക്ക് ഇത് കൊടുക്കുന്നത് പുരുവാണല്ലോ. പിന്നെ മാതാജി, മ്ലേച്ഛന്മാര് ഏതിൽ നിന്ന് വന്നു എന്നാ പറഞ്ഞേ? മ്ലേച്ഛന്മാര് അനു 3 മക്കളാ ശർമ്മിഷ്ഠയ്ക്ക് ഉണ്ടായിരുന്നത്. ദ്രഹ്യു, അനു, കുരു. മ്ലേച്ഛന്മാർ പുരു, അനു, പുരു, അനു, ദ്രുഹ്യു. അവര് പോജന്മാര്. ത്രിപുരയില്ലേ, ത്രിപുര എന്ന സംസ്ഥാനത്ത് പോജന്മാര്. അതാണ് ഭോജരാജാവ്. കുറെ കൺഫ്യൂസ്ഡ് അല്ലേ മാതാജി? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കലർന്നു വരും. അല്ല, അനുവിൽ നിന്ന് മ്ലേച്ഛന്മാരെന്ന് പറഞ്ഞപ്പോ എന്റെ ഒരു സംശയം എന്താന്ന് വെച്ചാൽ, നമ്മള് പറയുന്നുണ്ടല്ലോ ഇങ്ങനെ കലിയുഗത്തില് മ്ലേച്ഛന്മാരായിരിക്കും കൂടുതല് ഇതാവുക എന്നുള്ളത്. റീജിയൻ ഒക്കെ മ്ലേച്ഛന്മാരുടെ ഇതുണ്ട്. അതെ. കാരണം പിന്നെ ഇതിലും പറയണില്ലേ, വേനനെ കടഞ്ഞപ്പോ ആ നിരീശ്വരവാദം പോയത് വടക്ക് വശത്താണ്. അവര് മ്ലേച്ഛം. അപ്പൊ അത് ഇത് കൂടെ ആകുമ്പോ എന്തെങ്കിലും ബന്ധം ഉണ്ടാവും മാതാജി? അങ്ങനെ എങ്ങനെ അതായത് അനുവിൽ നിന്ന് മ്ലേച്ഛന്മാരുണ്ടായി എന്ന് പറയുന്നു. പിന്നെ നിരീശ്വരവാദം എന്ന് പറയുന്നത് വേനലിൽ നിന്ന് അങ്ങോട്ട് പോയി എന്ന് പറയുന്നു. ഇതില് തമ്മിൽ എന്തെങ്കിലും ഒരു അതെല്ലാം കാര്യകാരണ സഹിതം അനുസരിച്ച് വരുമ്പോ മാതാജി ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഓരോന്നും വരണ്ടേ, ഓരോ സംഭവങ്ങളും വരണ്ടേ. അപ്പൊ ആ സംഭവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇവിടെ വരുന്നത്. ഇതിപ്പോ ആ ശുക്രാചാര്യനും ദേവയാനിയുമാണ് ഇതിന്റെ ഇതായിട്ട് നിൽക്കുന്നത്. ഹരേ കൃഷ്ണ. ശർമ്മിഷ്ഠ ദാസിയായിരുന്നില്ലേ അല്ലെ മാതാജി? ശർമ്മിഷ്ഠ രാജകുമാരിയായിരുന്നു മാതാജി, പക്ഷെ ദാസിയായി ഭവിക്കേണ്ടി വന്നു ആ കഥയിൽ. രാജകുമാരി ശർമ്മിഷ്ഠയായിരുന്നു, ദേവയാനി ഗുരുവിന്റെ. ഹരേ കൃഷ്ണ മാതാജി, ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ദ്രൗപദി പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴല്ലേ മറ്റേ അഭിമന്യുവിന്റെ പത്മവ്യൂഹം ചമയ്ക്കണത്? അതായത് അത് ഏത് ഗ്രന്ഥമാണ് പഠിച്ചിരുന്നത്? അത് എന്താന്നുള്ളത് വ്യക്തമാണോ മാതാജി? മാതാജി ആ കഥ സാധാരണ എല്ലാരും വ്യക്തമാക്കി പറയുന്നില്ല. അത് ഒരു കഥയായിട്ട് ഉപകഥയായിട്ട് പറയുന്നുണ്ടു എന്നേ ഉള്ളൂ. പക്ഷെ ചിലടത്ത് പറയുന്നത് അർജുനന് കൃഷ്ണൻ ശരിക്കും പറഞ്ഞു കൊടുക്കുന്നതാണ്. പക്ഷെ ഈ ഭാഗം പറഞ്ഞു കൊടുത്തില്ല. മനസ്സിലായോ? എങ്ങനെ ആ ചക്രവ്യൂഹത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ഭാഗം പറഞ്ഞു കൊടുത്തില്ല. അർജുനൻ അപ്പോഴത്തേക്ക് എന്തോ ധൃതി വെച്ചങ്ങ് പോയി എന്ന് പറയുന്നുണ്ട് ചില കഥകളില്. കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്ന അവസരത്തില് ഈ ചക്രവ്യൂഹം ഭേദിക്കുന്ന ഭാഗം വന്നപ്പോ അർജുനൻ വേറെ എന്തോ അത്യാവശ്യം വന്നു, അങ്ങനെ പോകും എന്ന് പറയുന്നു. പക്ഷേ സുഭദ്രയ്ക്ക് പറഞ്ഞു കൊടുത്തില്ല എന്നും ഒരു ഭാഗത്ത് പറഞ്ഞു. സുഭദ്ര ഉറങ്ങിപ്പോയത് കൊണ്ടാണ് അത് കേൾക്കാൻ പറ്റാത്തതെന്നും ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അത് പല കഥകളും പല രീതിയിൽ വരുന്നുണ്ട്. നമ്മുടെ പുരാണങ്ങൾ അങ്ങനെയാണ്, പുരാണങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഭാഗവതം പോലെ അത്രയും പവിത്രമല്ലല്ലോ. ഓരോരുത്തരുടെ ഇഷ്ടമായിരുന്നു. അപ്പൊ അത് ഗ്രന്ഥം വായിച്ചതല്ല, ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു കൊടുത്തതല്ലേ മാതാജി? ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. രണ്ടിടത്തായാലും ശ്രീകൃഷ്ണ ഭഗവാനാണ് പറഞ്ഞു കൊടുത്തത്. സുഭദ്രയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതും സുഭദ്ര കേട്ടോണ്ടിരിക്കുന്നതും ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. ഇത് രണ്ട് കഥയിൽ ഏതാണോ സത്യം അത് എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ളത്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഒരു ക്വസ്റ്റ്യൻ. ഈ അഭിമന്യു വന്നിട്ട് ചന്ദ്ര പറഞ്ഞത് വെച്ചിട്ട് ഷോർട്ട് ടേം ആയിട്ടാണ് ലൈഫ് കൊടുത്തത്. പക്ഷെ എന്തുകൊണ്ടാണ് ബ്രൂട്ടലി മർഡർ ഭഗവാൻ അലോ ചെയ്തത്? ബ്രൂട്ടലി അതെന്തുകൊണ്ടാണെന്ന് എങ്ങനെ ഭഗവാൻ അവന്റെ അതെന്തോ വിധിയുടെ കളിയാട്ടമായിരിക്കാം. അല്ലെങ്കിൽ എത്രയും വേഗം തിരിച്ചു വിടാൻ വേണ്ടി എടുത്ത ഒരു കാരണം എന്തായാലും യുദ്ധം കഴിയുമ്പോൾ പാണ്ഡവർ മാത്രമേ നിൽക്കൂ എന്നുള്ളതായിരുന്നല്ലോ ഭഗവാന്റെ നേരത്തെയുള്ള വിശ്വാസം.
വിചാരം. അതെ. അപ്പം ഒരുപക്ഷെ അഭിമന്യു കൂടുതൽ മക്കള് വരുമ്പം കൂടുതൽ പ്രശസ്തരാകുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ഇല്ല, ബാർബറിക്കിന്റെ കഥ ഇനി എനിക്ക് പറയാൻ സമയമില്ല. ബാർബറിക്കിന്റെ കഥ എടുക്കുമ്പോഴേ അവിടെ നമുക്കറിയാം 3 അസ്ത്രങ്ങൾ കൊണ്ട് എനിക്ക് ഈ ഭാരത യുദ്ധത്തെ തന്നെ ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് ബാർബറിക്ക് പറഞ്ഞത്. ഓർമ്മയുണ്ടോ? ആ കഥ ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇനി ഞാൻ എടുക്കുന്ന ക്ലാസ്സിൽ പറയാം. അതുകൂടാതെ ആ ബാർബറിക്കിന്റെ കാര്യം അതുപോലെ ഈ അർജുനനെ തന്നെ തോൽപ്പിക്കുന്നുണ്ട്. എന്താണ്, മണിപ്പൂരിൽ വെച്ച് ഒരു മകനെ. അപ്പൊ അവിടെയും നമ്മൾ കാണുന്നുണ്ട് ഓരോ ആ പാണ്ഡവരുടെ മക്കള് പിന്നെയും വരുമ്പോൾ കൂടുതൽ ശക്തരാകുകയാണ്. പക്ഷേ ശക്തി കൂടുന്ന അനുസരിച്ച് അധർമ്മത്തിന്റെ വിളയാട്ടം അവിടെ ചിലപ്പോൾ ഉണ്ടാകും. അതിനെ അവഗണിക്കണം, അതിനെ ഇല്ലാതാക്കണം എന്നുള്ളതും ഭഗവാന്റെ ഒരു ഉദ്ദേശമായിരുന്നു. അപ്പൊ ഇവിടെ ഭഗവാനെ ബ്രൂട്ടലി മർഡർ എന്ന് പറയുന്ന ഒന്നും അവരുടെ മനസ്സിനെ അങ്ങനെ ബാധിക്കുന്നില്ല. ബ്രൂട്ടലി മർഡർ ഇത് ഒരു വലിയൊരു കാര്യത്തിന് വേണ്ടി ഇന്ന രീതിയിൽ മരണപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ അതെ ബ്രൂട്ടാലിറ്റിയെ കുറിച്ചൊന്നും അവിടെ ചിന്തിക്കുന്നതേയില്ല. നമ്മുടെ മനസ്സാണ് ഓരോന്നിനെയും ബ്രൂട്ടലി മർഡറെന്നോ അല്ലെങ്കിൽ എത്ര ഇതാണെന്നോ ഒക്കെ നമ്മളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴാണ് ഇതുള്ളത്. ഭഗവാന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പം അതിനൊന്നും വലിയ പ്രാധാന്യമില്ലെന്നാണ് എന്റെ വിചാരം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ മാതാജി, നമുക്ക് നിർത്താം, സമയം കഴിഞ്ഞു. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി ഫോർ ദ ഗുഡ് ക്ലാസ്. നൈസ് ക്ലാസ്. നന്നായിരുന്നു ക്ലാസ് വിവരിച്ച് പറഞ്ഞത്. ഹരേ കൃഷ്ണ. പ്രണാം. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ മാതാജി. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. വളരെ നന്ദി മാതാജി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നന്ദി മാതാജി. എന്നും മാതാജിയുടെ ക്ലാസ് ഗംഭീരമാണ്. ഇന്നും അങ്ങനെ തന്നെ. നന്ദി മാതാജി. വളരെ സന്തോഷം. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തീർച്ചയായിട്ടും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പുരുവംശത്തിനെ കുറിച്ചും അതിനു മുമ്പുണ്ടായ ഉള്ള ആൾക്കാരുടെ പേരുകളും അവരുടെ മക്കളും വംശവും ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും എല്ലാവർക്കും ഒരുപക്ഷെ പഠിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. മാതാജി വളരെ നന്നായി, വളരെ വസ്തുനിഷ്ഠമായി അത് പഠിക്കുകയും മനസ്സിലാക്കുകയും നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു തരികയും നന്നായി ചെയ്തതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി മാതാജി. വളരെ സന്തോഷം. താങ്ക് യു മാതാജി. താങ്ക് യു മാതാജിയുടെ ഇനിയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരിക്കൽ സെമിനാർ നടത്താമെന്ന് പറഞ്ഞ് മാതാജി നൈസ മാതാജിയുടെ മകനെ എത്തിച്ച് പിന്മാറി. അപ്പൊ ഇനിയും മാതാജിക്ക് അവസരങ്ങൾ ഉണ്ട് ക്ലാസ് എടുക്കാനൊക്കെ. ദയവായി മാതാജി മുന്നോട്ട് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സെമിനാർ മോഡലിലുള്ള ഡയറക്റ്റ് ക്ലാസ്സുകൾ അടക്കം മാതാജിയുടെ സമയം അനുവദിക്കുന്ന പക്ഷം നമുക്ക് ആലോചിക്കാം മാതാജി. താങ്ക് യു. സ്വാഗതം മാതാജി. മാതാജി, ഞാനൊരു അനൗൺസ്മെന്റ് ചെയ്തോട്ടെ? ചെയ്തോളൂ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഇപ്പോ നമ്മൾ നടത്തുന്ന ഭാഗവതം ക്ലാസ് ആയിക്കോട്ടെ, ചൈതന്യ ചരിതാമൃതം ക്ലാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ രാത്രി നടക്കുന്ന ഭഗവത്ഗീത ക്ലാസ് ആയിക്കോട്ടെ, ഇത് ഒട്ടുമുക്കാലും മുതിർന്ന ആൾക്കാരാണ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. മുതിർന്ന ആൾക്കാർ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ക്ലാസ്സുകളിൽ ഒരു കൺസേൺ പറഞ്ഞിരുന്നു നമ്മുടെ സുഗത് ഗോപാൽ പ്രഭുവിന്റെ ക്ലാസ്സിൽ. അത് അടുത്ത ജനറേഷന് വേണ്ടി പിള്ളേരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് പൊതുവെ ഇസ്കോണിൽ കുറവാണെന്ന് പറഞ്ഞിരുന്നു. ഇസ്കോണിൽ തീർച്ചയായിട്ടും ഉണ്ട്, എല്ലാ ഇസ്കോണിലും അങ്ങനെ ഓർഗനൈസ് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള നല്ല പ്രോഗ്രാംസ് ചെയ്യണമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്നെ ഒരുമിച്ച് വരാൻ നേരിട്ട് പറ്റാത്തത് കൊണ്ടാണ് സൂം ക്ലാസ്സിൽ നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുന്നത്. അതേപോലെ ഇന്നത്തെ ക്ലാസ്സുകളിൽ ഇപ്പോ പിള്ളേരുടെ പ്രോഗ്രാം പോലും പലതും ട്യൂഷൻ അടക്കം നേരിട്ടുള്ള പല ക്ലാസ്സുകളും ഓൺലൈനായിട്ട് മാറ്റിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓൺലൈനിന് ചിലതൊക്കെ ചെയ്യാൻ കഴിയും. ഓൺലൈൻ പ്രോഗ്രാംസിന് ചിലതൊക്കെ ചെയ്യാൻ കഴിയും. നമ്മളെല്ലാം ജോലി തിരക്കുള്ള ആൾക്കാരും മറ്റ് സാധന വയസ്സും ഒക്കെ ബിസിയായ ആൾക്കാരും സേവന വയസ്സും നമ്മൾ ബിസിയായ ആൾക്കാരുമാണ്, പ്രത്യേകിച്ചും ഭക്തന്മാർ. അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള ക്ലാസ്സുകൾ ഓർഗനൈസ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് കഴിയില്ല. എന്നാൽ നമുക്ക് പറ്റുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ഓൺലൈൻ ക്ലാസ്സിൽ സമയം ലാഭിച്ച് എത്ര ദൂരെയുള്ള ആൾക്കാരും ഒരുമിച്ച് വരാനും എത്ര ദൂരെയുള്ള ടീച്ചർമാർക്കും ക്ലാസ് എടുക്കാനും എത്ര ദൂരെയുള്ള പിള്ളേരും ഒരുമിച്ച് കൂടാനും ഒക്കെ ചെയ്ത് വരുമ്പോൾ ഒരു നല്ലൊരു ക്ലാസ് നമുക്ക് നടത്താൻ തീർച്ചയായിട്ടും കഴിയുന്നതാണ്.
അപ്പൊ ആ ഒരു അവസരം എങ്കിലും നമുക്ക് പറ്റുന്നത് നമ്മൾ ചെയ്താൽ പറ്റാത്ത കാര്യം ചെയ്യാനുള്ള അവസരം ഭഗവാൻ തരും എന്നുള്ളതിനെ മാനിച്ച് നമുക്ക് തുടങ്ങാമെന്നാണ് അന്നത്തെ ഡിസ്കഷനിൽ എല്ലാ ഭക്തന്മാരും പറഞ്ഞ് നമ്മൾ തിരിഞ്ഞത്. അപ്പൊ ആയതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു ഓൺലൈൻ ക്ലാസ് എന്നുള്ള രീതിയിൽ പിള്ളേർക്കുള്ള പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതിൽ പലരും പല ഡേറ്റ് പറഞ്ഞെങ്കിലും വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച എന്നിങ്ങനെ 3 ഡേറ്റ് ആണ് പറഞ്ഞത്. അപ്പൊ വെള്ളിയാഴ്ച ആകുമ്പോൾ ഗൾഫിലുള്ള ആൾക്കാർക്കും പങ്കെടുക്കാൻ പറ്റുമെന്ന് ദീപമാതാജി അടക്കമുള്ള ആൾക്കാർ പറഞ്ഞു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു വെള്ളിയാഴ്ച പ്രോഗ്രാം നമുക്ക് പിള്ളേരുടെ പ്രോഗ്രാം വീക്കിലി വൺസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ എല്ലാ പിള്ളേരും സെയിം ഏജ് ഗ്രൂപ്പ് ആയിരിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ സെയിം ഏജ് ഗ്രൂപ്പിൽ ഏകദേശം LP, UP, ഹൈസ്കൂള്, കോളേജ് എന്നിങ്ങനെയുള്ള പിള്ളേർക്ക് അവർക്ക് രസിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വ്യത്യസ്തമായത് കൊണ്ട് തന്നെ വ്യത്യസ്തമായ ക്ലാസ്സുകൾ വേണം നമുക്ക് നടത്താൻ. അപ്പൊ ഗ്രൂപ്പ് ഏജ് വൈസുള്ള ഗ്രൂപ്പ് കാറ്റഗറി തിരിച്ചു വേണം നമുക്ക് നടത്താൻ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മിനിമം 4 ക്ലാസ് നടത്തേണ്ടിയിരിക്കുന്നു. 4 ഏജ് കാറ്റഗറിയിലുള്ള പിള്ളേർക്ക് വേണ്ടി. LP ടൈപ്പ് പിള്ളേർക്ക് വേണ്ടി ഒരു ക്ലാസ്, UP ടൈപ്പ് പിള്ളേർക്ക് ഒരു ക്ലാസ്, ഹൈസ്കൂളിന് സെപ്പറേറ്റ്, കോളേജ് ലെവലിലുള്ള ചിന്തിക്കുന്ന ആൾക്കാർക്ക് മറ്റൊരു ക്ലാസ്. അങ്ങനെ നോക്കുമ്പോൾ വീക്കിലി 4 ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഈ പിള്ളേർക്ക് വേണ്ടി നടത്തേണ്ടിയിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ കൺസേൺ എന്തെന്ന് വെച്ചാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് പിള്ളേർ നമുക്ക് കിട്ടും. കാരണം ഈ ഗ്രൂപ്പിൽ പങ്കെടുക്കുന്ന മാതാജീസിന്റെയും പ്രഭുസിന്റെയും മക്കളെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇൻവൈറ്റ് ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ലൊരു സംഖ്യ പിള്ളേരെ നമുക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷെ നമ്മുടെ കൺസേൺ എന്തെന്ന് വെച്ചാൽ നമുക്ക് ക്ലാസ് എടുക്കാനുള്ള ടീച്ചർമാരുടെ കുറവാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. കാരണം വലിയ ആൾക്കാർക്ക് ക്ലാസ് എടുക്കുന്നത് പോലെ അല്ല കൊച്ചു പിള്ളേർക്ക് ക്ലാസ് എടുക്കേണ്ടത്. വലിയ ആൾക്കാർക്ക് ക്ലാസ് എടുക്കാൻ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരും ക്യാപ്പബിൾ ആണ് 100%. എന്നാൽ കൊച്ചുപിള്ളേർക്കുള്ള ക്ലാസ് എന്ന് പറയുമ്പോൾ എല്ലാവരും പിന്നോട്ട് വലിയുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ അത് നമുക്കൊരു വലിയൊരു കൺസേൺ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിള്ളേരുമായിട്ട് മിങ്കിൾ ചെയ്യാനും കൂടുതൽ നല്ല രീതിയിൽ അവരെ രസിപ്പിക്കാനും താല്പര്യപ്പെടുന്ന മാതാജീസിനെയും പ്രഭുസിനെയും നമ്മൾ ആത്മാർത്ഥമായി ക്ഷണിക്കുന്നു. വീക്കിലി വൺസ് ഏതെങ്കിലും ഒരു ക്ലാസ് എടുക്കാൻ നിങ്ങൾ ഓരോരുത്തരിലും ഉള്ള കഴിവ് ഉപയോഗിച്ച് മുന്നോട്ട് വരണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് താല്പര്യമുള്ള പ്രഭുസ് ആൻഡ് മാതാജീസ് എൻ്റെ വൈഫിന്റെ നമ്പറിലോ അല്ലെങ്കിൽ എൻ്റെ തന്നെ നമ്പറിലോ ഒന്ന് എന്നെ വിളിക്കുകയോ വാട്സപ്പിൽ മെസ്സേജ് ഇടുകയോ ചെയ്യണമെന്ന് ഈ അവസരത്തിൽ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അനൗൺസ്മെന്റ് ചെയ്യാൻ അവസരം തന്നെ നന്ദി മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ മാജി ക്ലോസ് ചെയ്യട്ടെ? ഹരേ കൃഷ്ണ. സമയം കഴിഞ്ഞല്ലോ, ചെയ്യണം. ഓ താങ്ക് യു മാജി. ഹരേ കൃഷ്ണ.